മനസ്സിലാക്കാം. ഈ ഒരു ഇമേജ് ഞാൻ എടുത്തിരിക്കുന്നത് ലൈഫ് മാപ്പ് എന്ന് പറഞ്ഞൊരു വെബ്സൈറ്റ് ആണ്. ഇതൊരു പബ്ലിക് ആയിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണ്, ആർക്കും ആക്സസ് ചെയ്യാം. വളരെ ഈ ലോകത്തുള്ള എല്ലാ ജീവികളെ കുറിച്ചും അവർ ഇങ്ങനെയുള്ള ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഇവിടെ അൺക്ലാസിഫൈഡ് ആയിട്ടുള്ള ലെപ്പിഡോപ്റ്ററൻസ് ആണ് ഈ കാണുന്നത് മൊത്തം, അല്ലെ? അപ്പോ ഇത്രയധികം ആൾക്കാരുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. പറഞ്ഞു ഏകദേശം 1,60,000 കണ്ടുപിടിച്ച സ്പീഷീസുകൾ ഉണ്ട്, പക്ഷെ കണ്ടുപിടിക്കാത്ത ആൾക്കാർ ഇനിയും കുറെ കിടക്കുന്നുണ്ട്. അതുപോലെ ലെപ്പിഡോപ്റ്ററ എന്നുള്ള ഫാമിലിയിൽ ബട്ടർഫ്ലൈസ് അല്ലാത്ത എല്ലാ ആൾക്കാരും മോത്തുകളാണ്. അപ്പൊ നമുക്കിനി മോത്തിന്റെ ജീവിതചക്രം ഒന്ന് നോക്കിയിട്ട് പോവാം. മോത്തിന്റെ ജീവിതചക്രത്തിനെ കുറിച്ച് പറയുമ്പം എല്ലാ ഇൻസെക്റ്റുകളെയും പോലെ തന്നെ നോർമലി ഒരു എഗ്ഗ് മുട്ടയിൽ നിന്നാണ് ഇവർ ആദ്യം വളരുന്നത്. മുട്ട വിരിഞ്ഞിട്ട് ഈ പുഴുക്കൾ ഉണ്ടാവുകയാണ്. ആ പുഴുക്കള് അവരുടെ ഇലയും അതുപോലെ തണ്ടും അങ്ങനെയുള്ള കുറച്ച് ഭാഗങ്ങളൊക്കെ, ചെടിയുടെ ഭാഗങ്ങളൊക്കെ കഴിച്ചിട്ട് അവർ വളർന്നു വലുതായതിനു ശേഷം ലെസ് ആക്റ്റീവ് ആയിട്ടുള്ള, അത്രയും അധികം ചലനം ഇല്ലാത്ത ഒരു സ്റ്റേജിലോട്ട് പോകുന്നു. പലരും ഇതിനെ ഇനാക്റ്റീവ് ആയിട്ടുള്ള, ഒട്ടും ചലനം ഇല്ലാത്തതായിട്ടാണ് കൺസിഡർ ചെയ്യുന്നതെങ്കിലും ഇവര് തൊട്ടാലൊക്കെ ഇവർ അനങ്ങുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, അടുത്ത സ്റ്റേജ് ആണ് പ്യൂപ്പയിൽ നിന്നും അഡൾട്ട് പുറത്തു വരുന്നത്. അഡൾട്ടാണ് നമ്മൾ പുറത്ത് കാണുന്ന നിശാശലഭങ്ങൾ എന്ന് പറയുന്നത്, അല്ലെ? അപ്പൊ ഈ എല്ലാ സ്റ്റേജുകളും നമ്മൾ ഡോക്യുമെന്റ് ചെയ്യുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്. പിന്നെ ആൾക്കാർക്കുള്ള ഒരു ഡൗട്ട്, നിശാശലഭങ്ങളെയും രാവിലെ കാണുന്ന ബട്ടർഫ്ലൈസിനെയും ചിത്രശലഭങ്ങളെയും എങ്ങനെ ഡിഫറൻഷിയേറ്റ് ചെയ്യാം, എങ്ങനെ തരംതിരിക്കുക എന്നുള്ളൊരു കാര്യമുണ്ട്. അപ്പൊ ഈ പറയാൻ പോണ കാര്യങ്ങൾ നമ്മൾ കംപ്ലീറ്റ് ആയിട്ട് ടാക്സോണമി ബേസ് ചെയ്തിട്ടല്ല. ടാക്സോണമി കൊണ്ട് ഉദ്ദേശിക്കുന്നത് നമ്മളുടെ പരിണാമവും അങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും വെച്ചിട്ട് ഒരു സ്പീഷീസ് എന്നൊക്കെ പറയണ ആ രീതി ബേസ് ചെയ്തിട്ടല്ല. അതിന്റെ ജീവിതം എങ്ങനെയാണ്, അതിന്റെ ജീവിത രീതി എങ്ങനെയാണ്, അതിന്റെ ഷേപ്പിലെ കാര്യങ്ങൾ എങ്ങനെയാണ്, ഇങ്ങനെയൊക്കെ ബേസ് ചെയ്തിട്ടുള്ള എക്കോളജി ബേസ് ചെയ്തിട്ടാണ് നമ്മൾ പറയാൻ പോണത്. ഓക്കെ, അപ്പൊ നമുക്കറിയാം മോത്തുകളെ നമ്മൾ കൂടുതലായിട്ടും കാണുന്നത് രാത്രി സമയങ്ങളിലാണ്. അവര് ലൈറ്റിന്റെ അടുത്തൊക്കെ നമ്മൾ ചുറ്റുവട്ടത്ത് നമുക്ക് ഈ മോത്തുകളെ കാണാൻ പറ്റും. അതേസമയം പകൽ സമയത്താണ് നമ്മൾ ആരെ കാണാറ്, നമ്മളുടെ ചിത്രശലഭങ്ങളെ കാണാറ്. ഓക്കെ, അപ്പോ ചിത്രശലഭങ്ങൾ ഈ ചിത്രശലഭങ്ങളും നമ്മൾ പകൽ രാത്രി എന്ന് പറയെങ്കിലും ഇതിന് അപവാദങ്ങളുണ്ട്. ഒരു ചിത്രത്തിൽ കൊടുത്തിരിക്കുന്നത് ബ്ലൂ ടൈഗർ മോത്ത് എന്ന് പറയുന്ന ഒരു മോത്താണ്. ഈ മോത്തിനെ നമ്മൾ കാണുന്നത് വളരെ പുലർച്ചെ കാലത്തും അതേപോലെ ഈ മോത്ത് പറക്കുന്നതായിട്ട് കാണാൻ പറ്റും. അപ്പോ ഈ പകൽ രാത്രി എന്നുള്ള ആ ഒരു സെപ്പറേഷൻ കറക്റ്റ് ആവണമെന്ന് ഒരു നിർബന്ധമില്ല. നമ്മൾ ഈ പറയണ കാര്യങ്ങൾ അത്രയും കറക്റ്റ് ആയിട്ട് നമുക്ക് അങ്ങനെ സെപ്പറേറ്റ് ഇതാണ് മോത്ത്, ഇതാണ് ചിത്രശലഭം എന്ന് പറയാൻ പറ്റില്ല. അവര് കോമൺ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ പറയണത്. ഓക്കെ, മോത്തിന്റെ വേറൊരു പ്രത്യേകത, അവര് ലെസ് കളർഫുൾ ആയിട്ടുള്ള പാറ്റേൺസ് ക്യാരി ചെയ്യുന്ന ആൾക്കാരാണ്. അതേസമയം ബട്ടർഫ്ലൈസ് വളരെ ബ്രൈറ്റ്ലി കളേർഡ് ആയിട്ട്, വളരെ വർണ്ണശബളമായിട്ടാണ് ബട്ടർഫ്ലൈസിനെ കാണാറ്. മോത്തുകൾ അത്രയും കളർഫുൾ അല്ലാതെ കുറച്ചൊന്ന് മങ്ങിയ കളറിൽ, ഇരുണ്ട കളറിലൊക്കെയാണ് കാണാറ്. ഇതിനും അപവാദങ്ങളുണ്ട്. ഇതൊരു മോത്താണ്, ഇത് സാറ്റേണിന്റെ ഫാമിലിയിൽ വരുന്ന ഒരു മോത്താണ്. ഇത് പക്ഷെ കളർഫുൾ ആണ്, അല്ലെ? അപ്പൊ ഇങ്ങനെ വളരെ കളർഫുൾ ആയിട്ടും വരാം, കളർഫുൾ അല്ലാതെയും വരാം. പക്ഷെ കൂടുതൽ ആൾക്കാരും കളർ കുറഞ്ഞ ആൾക്കാരാണ് എന്നുള്ള കാര്യം മാത്രമേ നമ്മൾ മനസ്സിലാക്കേണ്ടതുള്ളൂ. വിങ്സിനെ കുറിച്ച് പറയുകയാണ്, റെസ്റ്റ് ചെയ്യുന്ന സമയത്ത്, നമ്മൾ വെറുതെ വിശ്രമിക്കുന്ന സമയത്ത് ഈ നിശാശലഭവും ചിത്രശലഭവും എങ്ങനെയാണ് വിങ്സ് വെക്കുന്നത് നമ്മൾ നോക്കുകയാണെങ്കിൽ, ചിത്രശലഭങ്ങൾ വിങ് വെക്കുന്നത് അതിന്റെ ചിറക് ഇങ്ങനെ മടക്കി വെച്ചിട്ടാണ്, പിറകുവശത്ത് മടക്കി വെച്ചിട്ടാണ് ചിത്രശലഭങ്ങൾ ഇരിക്കാറ്. പക്ഷെ അതേസമയം മോത്തുകൾ ചിറക് വെക്കുന്നത് ഓപ്പൺ ആയിട്ടോ അല്ലെങ്കിൽ ലേശം ഒന്ന് വളച്ചിട്ട് ടെന്റ് പോലെയോ അങ്ങനെയൊക്കെയാണ് അവർ വിങ് വെക്കാറ്. അപ്പോൾ അവര് പ്ലെയിൻ ആയിട്ടും വെക്കാം, ടെന്റ് പോലെയും വെക്കാം, പക്ഷെ എന്തായാലും അത് ഓപ്പൺ ആയിട്ടാണ് വെക്കാറ്. ഓക്കെ, ബട്ടർഫ്ലൈസ് ചിറക് ഇതായിട്ട് വെക്കും, എങ്ങനെ പ്ലെയിൻ ആയി വെക്കുന്ന ഒരു സിറ്റുവേഷൻ ഉണ്ട്. ആ സിറ്റുവേഷൻ നമ്മൾ ബാസ്കിംഗ് എന്ന് പറയും. സൂര്യപ്രകാശം വരുമ്പം ശരീരം ഒന്ന് വാമാക്കാൻ വേണ്ടിയിട്ട് അവർ ബാസ്ക് ചെയ്യാറുണ്ട്. ഓക്കെ, പിന്നെ വിങ്സ് ഓപ്പൺ തന്നെ ഇങ്ങനെയും വെക്കാം, ഈ രീതിയിലും വെക്കാം. അപ്പൊ ഇതൊക്കെ ഇത് ടെൻ ഫോം ആണ്, ഇത് പ്ലെയിൻ ആയിട്ട് വെക്കുന്നതാണ്. പിന്നെ വേറൊരു ഇതിനുള്ള ഒരു ബട്ടർഫ്ലൈയുടെ ഇതിൽ വരുന്ന ഒരാളാണ് സ്കിപ്പേഴ്സ്. സ്കിപ്പേഴ്സിന് ആ ഒരു പേര് വരുന്നത് അവരുടെ പറക്കുന്ന രീതി കൊണ്ടാണ്. അവര് ഇങ്ങനെ ജമ്പ് ചെയ്യുന്ന പോലെയാണ് പറക്കാറ്, അതുകൊണ്ടാണ് സ്കിപ്പർ എന്ന് പറയുന്നത്. ഇവര് വിങ് വെക്കുന്ന രീതി ഏകദേശം ഇതിന്റെ രണ്ടിന്റെ നടുക്കാണ്, ഒരു 45 ഡിഗ്രിയിലാണ് ചെരിച്ചിട്ടാണ് ഈ വിങ് വെച്ചിട്ടുള്ളത്. ഓക്കെ,
പിന്നെ ഇവരുടെ ആന്റിന അല്ലെങ്കിൽ തലയുടെ മുകളിലുള്ള ഈ സെൻസറി ആയിട്ടുള്ള ഒരു ഭാഗത്തിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബട്ടർഫ്ലൈസിന്റെ കേസിൽ അവരുടെ ആന്റിന ക്ലബ് ഷേപ്ഡ്, ഒരു ഗദ പോലുള്ള ഒരു ഷേപ്പ് സ്ട്രക്ചർ ആണ്. പക്ഷെ അതേസമയം മോത്തിന്റെ ആന്റിനെ കുറിച്ച് പറയുകയാണെങ്കിൽ മോത്തിന്റെ ആന്റിന പല ടൈപ്പ് ഉണ്ട്. ഇത് ഒരു ടൈപ്പ് ഓഫ് ആന്റിന ആണ്. അപ്പോൾ ഈ ആന്റിനന്റെ കേസിൽ അവര് നമ്മളുടെ ചീർപ്പ് അല്ലെങ്കിൽ കോമ്പ് പോലെയാണ് ഇവരുടെ സ്ട്രക്ചർ ഉള്ളത്. അപ്പൊ അതുകൊണ്ട് നമ്മൾ ഇതിനെ ബൈപെക്ടിനേറ്റ് ആന്റിന എന്ന് പറയും. ഓക്കെ, അപ്പൊ ചിറക് ആന്റിന ചീർപ്പ് പോലെയാണ് ഉള്ളത്. ഓക്കെ, വേറൊരു എക്സാമ്പിൾ ആണ് ഈ ഇമേജ് കാണുന്നത്. ഇത് ഫിലിഫോം ആയിട്ടുള്ള ആന്റിന ആണ്. ഈ ആന്റിന വളരെ തിൻ ആയിട്ടുള്ള ഒരു ത്രെഡ് പോലെയുള്ള ആന്റിന ആണ്. അപ്പൊ ഇങ്ങനെ പല ടൈപ്പ് ഓഫ് ആന്റിന നമ്മളുടെ മോത്തുകൾ കാണിക്കാറുണ്ട്. ഇനി നമ്മൾ അടുത്ത എക്സാമ്പിളിലോട്ട് പോവുകയാണെങ്കിൽ ഇത് ബട്ടർഫ്ലൈയുടെ ഒരു ടൈപ്പാണ്, നേരത്തെ പറഞ്ഞ സ്കിപ്പേഴ്സ് ആണ്. അപ്പൊ ഈ സ്കിപ്പേഴ്സിന്റെ ആന്റിന നമുക്ക് കണ്ടാൽ മനസ്സിലാവും ഒരു ഹുക്ക് ഷേപ്പിലാണ്, ഒരു കൊളുത്ത് പോലെയാണ് ഇവരുടെ ആന്റിന ഉള്ളത്. അപ്പൊ ഇങ്ങനെ പല വെറൈറ്റീസ് ഓഫ് ആന്റിന നമ്മൾ കാണാറുണ്ട്. ബട്ടർഫ്ലൈസ് മെയിൻ ആയിട്ട് ക്ലബ് ഷേപ്പ് ആണ്, സ്കിപ്പേഴ്സിൽ ഹുക്ക് ഷേപ്പും കാണാറുണ്ട്. ആന്റിന മോത്തിന്റെ കേസിൽ വളരെ വെറൈറ്റിയിൽ കാണാൻ പറ്റും. ഓക്കെ, അടുത്ത ഇതിന്റെ ലാർവനെ കുറിച്ച് പറയുകയാണെങ്കിൽ ലാർവ, നിശാശലഭങ്ങളുടെ ലാർവ കൂടുതലായിട്ടും ഹെയറി ആയിട്ടാണ്. കുറച്ച് അത്യാവശ്യം ഹെയർസ് ഉള്ള ലാർവകളാണ് ഒട്ടുമിക്ക നിശാശലഭങ്ങൾക്കുള്ളത്. ഇത് ഞാൻ പറഞ്ഞു, ഇത് എപ്പോഴും കറക്റ്റ് ആവണമെന്നില്ല, പക്ഷെ എന്നാലും അതേസമയം കാറ്റർപില്ലേഴ്സിന്റെ ഒക്കെ ലാർവ, ബട്ടർഫ്ലൈസിന്റെ ലാർവ പറയുകയാണെങ്കിൽ അവർ ലെസ് ഹെയറി ആയിട്ടുള്ള ലാർവ ആയിട്ടാണ് നമ്മൾ കാണാറ്. ഓക്കെ, പ്യൂപ്പനെ കുറിച്ച് പറയുകയാണെങ്കിൽ ബട്ടർഫ്ലൈയുടെ പ്യൂപ്പ അവരുടെ ഷേപ്പ് തന്നെ മോഡിഫൈ ആക്കിയിട്ട് എവിടെയെങ്കിലും ഒന്ന് അറ്റാച്ച് ചെയ്തിട്ട് അവരുടെ ഷേപ്പ് തന്നെ മോഡിഫൈ ആയിട്ട് ഒരു പ്യൂപ്പ ഫോം ചെയ്യാണ് ചെയ്യാറ്. ഇതിന് നമ്മൾ ക്രൈസാലിസ് എന്ന് പറയും. അതേ ശലഭങ്ങളുടെ പ്യൂപ്പനെ പറയുകയാണെങ്കിൽ നമ്മൾ അതിനെ കൊക്കൂൺ എന്നാണ് പറയുന്നത്. എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇതിന് തൊട്ട് മുന്നേ അവരുടെ ചുറ്റുവട്ടത്ത് അവരൊരു സിൽക്ക് വെച്ചിട്ട്, ഒരു ഹെയർ വെച്ചിട്ട്, സിൽക്ക് ഫൈബേഴ്സ് വെച്ചിട്ട് ഒരു സ്ട്രക്ചർ ക്രിയേറ്റ് ചെയ്യും. അതിന്റെ ഉള്ളിലാണ് ഇവർ പ്യൂപ്പേറ്റ് ചെയ്യണത്. അതുകൊണ്ടാണ് ഇതിനെ കൊക്കൂൺ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നിങ്ങൾ ചാറ്റ് ബോക്സിൽ ഇതിൽ ഏതാണ് മോത്തിന്റെ കാറ്റർപില്ലർ എന്ന് ടൈപ്പ് ചെയ്തിടോ, 1 or 2 എന്ന് ഇട്ടാൽ മതി. എല്ലാവരും ഒന്ന് ശ്രമിച്ചു നോക്ക്. കറക്റ്റ് ആവണം നിർബന്ധമില്ല, നിങ്ങൾ ശ്രമിച്ചു നോക്ക്. നവ്യ, എന്തെങ്കിലും സംശയം ഉണ്ടോ? കമന്റ് ബോക്സിലേക്ക് പോയപ്പോ വന്നതാ, സോറി. ഓക്കെ ഓക്കെ, ഓക്കെ. കുറെ ആൾക്കാർ 2 പറയുന്നുണ്ട്. ഓക്കെ, 2 ശരിയായ ഉത്തരം. ഓക്കെ, 2 ശരിയായ ഉത്തരമാണ്. അത് തന്നെയാണ് നമ്മളുടെ മോത്തിന്റെ ലാർവ. ഇതൊരു സ്പീഷ്യോസ് ടൈഗർ എന്ന് പറയുന്ന, അല്ലെങ്കിൽ അസോട്ട സ്പീഷ്യോസ് എന്ന് പറയുന്ന ഒരു സ്പീഷീസിന്റെ ടൈഗർ ആണ്. ഇത് കാറ്റർപില്ലർ ആണ്. ലെഫ്റ്റ് സൈഡിലുള്ളത് ഒരു കോമൺ ക്രോ ബട്ടർഫ്ലൈയുടെ കാറ്റർപില്ലർ ആണ്. ഇനി ഇത് നിങ്ങൾക്ക് ട്രൈ ചെയ്യാൻ പറ്റുമോ? ഇതിൽ 1 ആണോ 2 ആണോ? ഓക്കെ, കൂടുതൽ ആൾക്കാരും 1 ആണ് പറഞ്ഞിരിക്കുന്നത്. ഒരാള് 2 ആണെന്ന് പറഞ്ഞിട്ടുണ്ട്, ഗിരികൃഷ്ണൻ. ഒരാള് 2 പറഞ്ഞിട്ടുണ്ട്. ഓക്കെ ഓക്കെ, അപ്പോ കുറച്ചു പേർക്കൊക്കെ സംശയം ഉണ്ടെന്ന് തോന്നുന്നു, ആൾക്കാർ 2 പറഞ്ഞത് കൊണ്ട്. ഓക്കെ, ഏതായാലും ഇവിടെ ഉത്തരം വരുന്നത് 2 മോത്തിന്റെ കാറ്റർപില്ലർ തന്നെയാണ്. ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു, നമ്മൾ ഹെയർ ഉണ്ട് കൂടുതലായിട്ട് എന്ന് വെച്ചിട്ട് നമ്മൾ അത് മാത്രം ചിന്തിക്കരുത്. ഈ ഒരു ആളുടെ കേസിൽ നിങ്ങൾ ശ്രദ്ധിച്ച കാണും, ആൾക്ക് ഇവിടെ പിറകുവശത്തൊരു കൊമ്പ് പോലെ ഉണ്ട്. അപ്പൊ ഇതൊരു
മോത്തുകളുടെ കൂട്ടത്തിൽ ഒരാളുടെ ഒരു പ്രത്യേക ക്യാരക്ടറാണ് ഈ ഒരു സംഭവം. ഇതിന് നമ്മൾ ഹോൺ വേം എന്നാണ് പറയുന്നത്. അതായത് കൊമ്പിന് ആ ഹോൺ എന്നാണ് പറയുന്നത്. അപ്പൊ ഹോൺ വേം ആയിട്ടുള്ള ഒരു മോത്തിന്റെ കാറ്റർപില്ലർ ആണ് ഇത്. ഇത് നമ്മളുടെ ടൊബാക്കോയിലൊക്കെ വരുന്ന ഒരു പെസ്റ്റ് ആണ്. ഇതിനെ മണ്ടുക സെക്സ്ട്ര, ടൊബാക്കോ ഹോൺ വേം എന്നാണ് ഇതിനെ പറയണത്. ഓക്കെ, അതും മോത്താണ്, രണ്ടും മോത്താണ്. ഓക്കെ, അതെ, അസോക് മോത്ത്, ഹോക്ക് മോത്ത്, ശരിയാണ്, കറക്റ്റ് ആണ്. ഇനി നമ്മൾ മുന്നോട്ട് പോവാണ്. ഈ ഒരു എക്സാമ്പിൾ ട്രൈ ചെയ്ത് നോക്കുവോ? നൺ. ഓക്കെ, ആർക്കെങ്കിലും ഈ രണ്ട് ഇമേജ് തമ്മിലുള്ള കണക്ഷൻ പറയാൻ പറ്റുമോ? ഓക്കെ, ശരിയാണ്. അപ്പോ ഇവിടെ ഉത്തരം വരണത് ഫസ്റ്റ് വൺ തന്നെയാണ്. അത് ബ്ലൂ ടൈഗർ മോത്ത് എന്നറിയപ്പെടുന്ന ഡിസ്ഫാനിയ പെർക്കോട്ട എന്ന് പറയപ്പെടുന്ന വെങ്കണ നീ മലയാളത്തിൽ പറയുന്ന ഒരു മോത്ത് സ്പീഷീസ് ആണ്. അപ്പൊ ഇതാണ് നമ്മളുടെ കറക്റ്റ് ആയിട്ടുള്ള മോത്ത്. ഇനി റൈറ്റ് സൈഡിലുള്ളത് ബ്ലൂ ടൈഗർ ബട്ടർഫ്ലൈ എന്നറിയപ്പെടുന്ന തിരുമല ലിമിനിയെ എന്ന് പറയുന്ന സ്പീഷീസ് ആണ്. ഇതിനെ നീലക്കടുവ എന്നാണ് മലയാളത്തിൽ പറയുക. ലെഫ്റ്റ് സൈഡിലുള്ളതിനെ വെങ്കണ നീലി എന്നാണ് അറിയപ്പെടുന്നത്. ഓക്കെ, കറക്റ്റ് ആണ്. കുറച്ചുപേരൊക്കെ അത് കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനി മുന്നോട്ട് പോവാണ്. നമ്മള് മോത്ത് എന്താണ്, മോത്ത് എന്തിനാണ് മോത്തിനെ കുറിച്ച് നമ്മൾ പറയേണ്ടതെന്നുള്ള കാര്യങ്ങളെ കുറിച്ച് നമ്മൾ ആദ്യം സ്റ്റാർട്ടിങ്ങിൽ ചെറുതായിട്ട് പറഞ്ഞിട്ടുണ്ട്. അതായത് ലെപ്പിഡോപ്റ്ററയുടെ 85 മുതൽ 90%, ലെപ്പിഡോപ്റ്ററ എന്ന് പറയുന്ന ആ വലിയൊരു ഓർഡറിൽ 90% വരുന്ന ആൾക്കാർ മോത്ത്സ് ആണ്. പക്ഷെ നമുക്ക് അതിനേക്കാളും കൂടുതൽ ബട്ടർഫ്ലൈസിനെ കുറിച്ച് അറിയാം, അല്ലെ? ബട്ടർഫ്ലൈസ് വളരെ കുറച്ച് ആൾക്കാർ മാത്രമേ അതിലുണ്ട്. വളരെ കളർഫുൾ ആണ്, വളരെ പകൽ സമയങ്ങളിൽ നമ്മുടെ ചുറ്റുവട്ടത്ത് നമ്മൾ കാണുന്നതാണ്. അതുകൊണ്ടാണ് നമുക്ക് അതിനോടുള്ള ക്യൂരിയോസിറ്റി ഉള്ളത്. പക്ഷെ അതേസമയം രാത്രി സമയങ്ങളിൽ നമ്മള് വീട്ടിൻ്റെ ഉള്ളിലൊക്കെ പോയിരിക്കുന്ന സമയത്ത് ഇവർ പാറി നടക്കണത് നമ്മൾ കാണുന്നില്ല. അതുകൊണ്ടാണ് നമുക്ക് മോത്തുകളെ കുറിച്ച് കൂടുതൽ അറിയാത്തത്, അല്ലെ? ഇതിന് കളർ കുറവാണ്. അപ്പൊ ആൾക്കാർക്ക് ഇതിനെ പഠിക്കാനൊരു താല്പര്യം കുറവാണ്. അങ്ങനെ പല റീസൺസ് കൊണ്ടാണ് മോത്തുകൾ നമ്മൾ അറിയാണ്ട് പോകുന്നത്. മോത്തുകൾ എവോൾവ് ചെയ്തിരിക്കുന്നത് 200 മില്യൺ ഇയേഴ്സ് മുന്നേ ആണ്. അതായത് നമ്മളുടെ നാട്ടിൽ കാണുന്ന ഫ്ലവറിംഗ് പ്ലാന്റ്സിന് വളരെ മുന്നെയാണ് ഈ മോത്തുകളൊക്കെ, നിശാശലഭങ്ങളൊക്കെ എവോൾവ് ചെയ്ത് വന്നിരിക്കുന്നത്. അവർ ഇത്രയും കാലം മുന്നേ പരിണമിച്ചിട്ട് പോലും, അല്ലെങ്കിൽ ഉണ്ടായിട്ട് വന്നിട്ട് പോലും അവർ നമ്മൾ ഇത്ര കാലമായിട്ട് നമുക്കൊന്നും അറിയില്ല എന്നുള്ളൊരു കാര്യം നമുക്ക് വളരെ വിഷമമുള്ളൊരു കാര്യമാണ്. പിന്നെ കാലക്രമേണ ഇവരെന്ത് ചെയ്തു? ഫ്ലവറിംഗ് പ്ലാന്റ്സും ആയിട്ടുള്ള സഹപരിണമിച്ചു വന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ ഇപ്പൊ കാണുന്ന ഈ മോത്തുകൾ ചെയ്യുന്ന പോളിനേഷനൊക്കെ നടക്കുന്നത്, അല്ലെ? അപ്പൊ മോത്തിന്റെ പോളിനേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ, അതായത് നമ്മൾ അതിന്റെ എക്കോളജിക്കൽ ഇമ്പോർട്ടൻസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ, ഫസ്റ്റ് വരുന്ന ഒരു കാര്യമാണ് മോത്ത് രാത്രി വരുന്ന പോളിനേറ്റേഴ്സ് ആണ്. രാവിലെ നമ്മളുടെ ചുറ്റുവട്ടത്ത് ബീസ് അല്ലെങ്കിൽ തേനീച്ചകൾ ചെയ്യുന്ന അതേ പരിപാടി രാത്രി ചെയ്യുന്ന ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരാളാണ് ഈ മോത്തുകൾ. അപ്പോൾ അവർ കൂടുതൽ ആൾക്കാരും രാത്രി പോളിനേറ്റ് ചെയ്യുന്ന ആൾക്കാരാണ്. പല പ്ലാന്റുകളും ഇതിനു വേണ്ടി സ്പെസിഫിക്കലി മോഡിഫൈ ആയിട്ടുണ്ട്. പ്ലാന്റും ചെടികളും മോത്തുകളും ഇതിനു വേണ്ടി, അതായത് ചില ചെടികളെ പോളിനേറ്റ് ചെയ്യാൻ ചില സ്പെസിഫിക് മോത്തുകളെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ എന്നുള്ള സിറ്റുവേഷൻസ് ഉണ്ട്. നമ്മുടെ നാട്ടിലൊക്കെ രാത്രി കാണുന്ന ചില ഫ്ലവേഴ്സ് ഉണ്ട്, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന കുറെ വെള്ള പൂവുകളുണ്ട്, വളരെ ബ്രൈറ്റ് ആയിട്ട് നമുക്ക് കാണാം. ഇതൊരു ഹോക്ക് മോത്ത് പോളിനേറ്റ് ചെയ്യുന്നത് കാണാം. അതിന്റെ പൂവിന്റെ സ്ട്രക്ചർ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചു നോക്കണം, വളരെ ലോങ് ആണ്. അതിന് കണക്കായ ഒരു നാവ് ഈ മോത്തിന്റെ കയ്യിലുണ്ട്. അതുകൊണ്ടാണ് ഈ മോത്തും ഈ ഫ്ലവറും രണ്ടുപേരും സഹപരിണമിച്ച് വന്നതാണ് നമ്മൾ പറയണത്. ഓക്കെ, അപ്പോ വേറൊരു എക്സാമ്പിൾ, വേറൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഇമ്പോർട്ടൻസ് പറയണത് ഇവര് ഹെർബിവോർസ് ആണ്. സ്പീഷീസിലും ഒട്ടുമിക്ക മോത്തുകളിലും അവരുടെ ലാർവൽ സ്റ്റേജ് പുഴുവായിരിക്കുമ്പോഴാണ്
അവർ ഏറ്റവും കൂടുതൽ ചെടീനെ ഭക്ഷിക്കുന്നത്, അല്ലെ? പക്ഷേ ചില കേസുകളിൽ ഈ ഒരു എക്സാമ്പിൾ, ഈ ഒരു ഇമേജ് കാണുന്നത് ഒരു ഫ്രൂട്ട് പിയേഴ്സിംഗ് മോത്താണ്. ഫ്രൂട്ടുകളെ കഴിക്കാൻ അല്ലെങ്കിൽ ഫ്രൂട്ടുകളിൽ തുരന്ന് അല്ലെങ്കിൽ എന്താ പറയാ അതിനെ ഫ്ലൂയിഡ് കുടിക്കാൻ കഴിവുള്ള ഒരു മോത്തുകളെയാണ് നമ്മൾ ഫ്രൂട്ട് പിയേഴ്സിംഗ് മോത്തുകൾ എന്ന് പറയുന്നത്. അപ്പൊ ഈ ഒരു സ്പീഷീസിന്റെ ഒക്കെ ലാർവയും അഡൾട്ടും നമ്മളുടെ ചെടീനെ ഭക്ഷിക്കുന്ന ആൾക്കാരാണ്. പക്ഷെ ചില കേസുകളിൽ, ഒട്ടുമിക്ക കേസുകളിലും അഡൾട്ടുകൾ അത്രയും ചെടീനെ ഭക്ഷിക്കാറില്ല. അവർ ഹണി, അതിൽ നെക്ടർ കുടിക്കാറുണ്ട്, പൂന്തേൻ കുടിക്കാറുണ്ട്, അല്ലാതെ ചെടീനെ ഭക്ഷിക്കാറില്ല. ഓക്കെ. പിന്നെ ഈ മോത്ത് നമ്മളുടെ ഈ ഒരു ഹെർബിവോർ ആയതുകൊണ്ട് അവർക്ക് പ്ലാന്റ് കമ്മ്യൂണിറ്റി കമ്പോസിഷനെയും ന്യൂട്രിയൻ സൈക്കിളിനെയും ഇൻഫ്ലുവൻസ് ചെയ്യാനുള്ള നല്ലൊരു കപ്പാസിറ്റി ഉണ്ട്. വേറൊരു ഇമ്പോർട്ടൻസ് പറയുകയാണെങ്കിൽ മോത്ത് ട്രോഫിക് ഇന്ററാക്ഷൻസിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗമാണ്. എന്താന്ന് വെച്ചാൽ ഇവര് പല ജീവികളുടെയും ഫുഡാണ്. അപ്പം മോത്തിന്റെ കാറ്റർപില്ലറുകൾ, പുഴുക്കള് ചെടീനെ ഭക്ഷിക്കുന്നു. ഈ പുഴുക്കളെ ഭക്ഷിക്കാൻ വേണ്ടി വേറെ ജീവികൾ കാത്തിരിക്കുന്നുണ്ട്. മെയിൻ ആയിട്ട് പുഴുവിനെ മാത്രമല്ല അഡൾട്ടിനെ ഭക്ഷിക്കുന്നുണ്ട്. അഡൾട്ടിനൊക്കെ ഭക്ഷിക്കുന്ന മെയിൻ ആയിട്ടുള്ള ആൾക്കാർ ബാറ്റ്സ് ആണ്. അതേസമയം പുഴുവിനൊക്കെ ഭക്ഷിക്കുന്ന മെയിൻ ആയിട്ടുള്ള ആൾക്കാർ ബേർഡ്സ് ഒക്കെയാണ്. അപ്പോ ഇവർ കുറെ ആൾക്കാരുണ്ട്, ബേർഡ്സ്, ബാറ്റ്സ്, റെപ്റ്റൈൽസ്, ഉരകങ്ങള്, തവള, അങ്ങനെയുള്ള എല്ലാവരും. പിന്നെ അതുപോലെ തന്നെ ഇൻസെക്റ്റുകൾക്കും സ്പൈഡേഴ്സിനും ഒക്കെ ഇവരെ ഭക്ഷിക്കാനുള്ള കഴിവുണ്ട്. അപ്പോ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വേറൊരാളാണ് പാരസിറ്റോയിഡ്സ്. അപ്പൊ പാരസിറ്റോയിഡ്സ് എന്ന് പറയുന്നത് ഈ പുഴുക്കളെയൊക്കെ മുകളില് അല്ലെങ്കിൽ ഈ മോത്തിന്റെ ഒക്കെ മുകളില് മുട്ടയിട്ടിട്ട് അവര് അതിൻ്റെ ഉള്ളിൽ വളർന്നിട്ട് ഈ പുഴുവിനെ കൊന്നിട്ടാണ് ഈ ലാർവകൾ, ഇത് കുറെ ലാർവകൾ ഉണ്ട്, ഈ ലാർവകളൊക്കെ പുറത്തു വരുന്നത്. ഈ പാരസിറ്റോയിഡിന്റെ ലാർവകളാണ് ഇവിടെ കൊക്കൂണായിട്ട് പിന്നെ മാറുന്നത്. ഇതിൽ നിന്ന് വാസ്പുകളും ഫ്ലൈസ് ഒക്കെയാണ് പുറത്തു വരുന്നത്. അപ്പൊ ഇത് പലപ്പോഴും ഈ ഒരു ഭക്ഷ്യശൃംഖല നിലനിർത്താൻ ഈ മോത്തുകൾ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഭാഗം വഹിക്കുന്നുണ്ട്. ചില കേസുകളിൽ മൈഗ്രേറ്ററി ബേർഡ്സ് ഒക്കെ ഇങ്ങോട്ട് വരുമ്പം അവരുടെ ഫുഡ് സോഴ്സ് ആയിട്ട് ഈ മോത്തുകൾ മാറുന്നുണ്ട്. അപ്പൊ അങ്ങനെ പല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള എക്കോളജിക്കൽ റോളുകൾ മോത്സിനുണ്ട്. നമ്മൾ കുറച്ചും കൂടി റോൾസ് സിമ്പിൾ ആയിട്ടൊന്ന് ചുരുക്കി പറഞ്ഞിട്ട് നമുക്ക് മുന്നോട്ട് പോവാം. ഇവിടെ കൊടുത്തിരിക്കുന്ന കുറച്ച് ഇമേജസ് നമുക്ക് നോക്കാം. ഇവിടെ കൊടുത്തിരിക്കുന്ന ഇമേജസിൽ ഈ ഇമേജിൽ നമുക്ക് കാണാം ഐസ് സ്പോട്സ് നമുക്ക് കാണാൻ പറ്റും, അല്ലെ? അപ്പോ ഇവിടെ ഐസ് സ്പോട്സ് കാണാൻ പറ്റും. അപ്പൊ ഈ ഐസ് സ്പോട്സ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് ഈ മോത്ത് ബാക്കി അവന്റെ അടുത്തേക്ക് വരുന്ന ജീവികളെ പേടിപ്പിക്കാൻ വേണ്ടിയിട്ട് ഐസ് സ്പോട്ട് പോലുള്ള ഒരു സ്ട്രക്ചർ, ചിത്രം അവിടെ അവരുടെ വിങ്സിലുണ്ട്. അപ്പൊ ഇത് കാണുമ്പോൾ ആൾക്കാരൊന്ന് പേടിക്കും, അല്ലെ? രണ്ടാമത്തെ കേസിൽ നമുക്ക് കാണാം ഇവര് ക്യാമഫ്ലേജ് ആണ്, ഇവര് മറഞ്ഞിരിക്കുകയാണ്, ഒളിച്ചിരിക്കുകയാണ് ചെയ്യുന്നത്, അല്ലെ? ഇവരെ കണ്ടാൽ ഇതൊരു മോത്താണ്, അഡൾട്ട് മോത്താണ്, അഡൾട്ട് പറക്കാൻ പറ്റുന്ന ഒരു നിശാശലഭമാണെന്ന് നമുക്ക് തോന്നില്ല. നമുക്കൊരു പക്ഷെ ഒരു ഇലയാണെന്ന് തോന്നും, അല്ലെ? അപ്പൊ ഇവരുടെ ഈ ഒരു പോർഷൻ ഇതൊക്കെ കാണുമ്പോൾ ഇലയുടെ തണ്ട് പോലെ ഇല്ലേ, അല്ലെ? അപ്പൊ ഇങ്ങനെ മറഞ്ഞിരിക്കാൻ വളരെ കഴിവുള്ള ആൾക്കാരാണ് ഈ നിശാശലഭങ്ങൾ. അടുത്തൊരു ഇതാണ് ഇവരുടെ വാസ്പ് പോലെയുള്ള സ്ട്രക്ചർ. ഇവര് മിമിക്രി കാണിക്കും. ഈ മോത്ത് ഒരു വാസ്പ് അല്ലെങ്കിൽ ഒരു കടന്നലിനെ, ഒരു വേട്ടാളൻ അല്ലെ, അതിനെയൊക്കെ മിമിക് ചെയ്യുന്ന പോലെയാണ് ഇവര് നിൽക്കുന്നത്. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ അടുത്ത ആൾക്കാർക്ക് വരാൻ തോന്നില്ല. പിന്നെ ഉള്ളൊരു കാര്യമാണ് ഈ മോത്തുകൾക്കുള്ള ഫിറമോൺ സെക്രീറ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗ്ലാൻഡ്. അപ്പൊ ഇവര് മെയിലിനെ അട്രാക്ട് ചെയ്യണത് അല്ലെങ്കിൽ മെയ്റ്റിനെ അട്രാക്ട് ചെയ്യണത് ഇവരുടെ ശരീരത്തിലുള്ള ഫിറമോൺ സെക്രീറ്റിംഗ് ഗ്ലാൻഡ്സ് കൊണ്ടാണ്. ഈ ഒരു എക്സാമ്പിള്, അടുത്തൊരു എക്സാമ്പിള്, ഈ ഒരു എക്സാമ്പിള് നമ്മൾ കണ്ടാൽ ചിലപ്പോൾ നമ്മൾ പേടിക്കും, അല്ലെ? നമ്മൾ ഇതിനൊക്കെ പേടിക്കേണ്ട ആവശ്യമില്ല. കാരണം ഈ മോത്തിന്റെ ഫിറമോൺ സെക്രീറ്റ് ചെയ്യുന്ന ഒരു ഭാഗമാണിത്. ഇതൊരു ബലൂണ് പോലെ അവർ വീർപ്പിച്ച് വെച്ചു എന്നേ മാത്രമേ ഉള്ളൂ ഇവിടെ. ഓക്കെ. അപ്പൊ അങ്ങനെ പല വെറൈറ്റി ഇവരുടെ ഇടയിൽ നമുക്ക് കാണാൻ പറ്റും. പല ഡിഫറെന്റ് ആയിട്ടുള്ള ഫിനോമിനൻസ് നമുക്ക് ഇവരുടെ ഇടയിൽ കാണാൻ പറ്റും. അപ്പൊ നമ്മൾ ഒരു മോത്തിനെ കണ്ടാൽ ഫസ്റ്റ് എന്ത് ചെയ്യണം? ഫസ്റ്റ് തന്നെ ഫോണോ ക്യാമറയോ എന്തോ എടുത്തിട്ട് നമ്മൾ അതിന്റെ ഒരു ഫോട്ടോ എടുക്കുക. ഓക്കെ. ഇനി ഫോട്ടോ എടുത്താൽ അതിനുശേഷം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് അതിന്റെ പാറ്റേൺസ്, അതായത് അതിന്റെ വിങ് എങ്ങനെയാണ്, അതിന്റെ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ നോക്കി വെക്കാൻ പറ്റും. ഓക്കെ. പിന്നെ നമുക്ക് ചെയ്യാൻ, സ്ലൈഡ് നീങ്ങുന്നുണ്ടോ? ഓക്കെ.
ഓക്കെ. അപ്പൊ ഇങ്ങനെ മാർക്കിങ്ങുകൾ അല്ലെങ്കിൽ എന്താ പറയാ എന്തെങ്കിലും സ്പോട്ടുകൾ ഉണ്ടോ, അല്ലെങ്കിൽ വിങ്ങിന്റെ ഓറിയന്റേഷൻ എങ്ങനെയാണ്, വിങ് ഓപ്പൺ ആയിട്ടാണോ വെച്ചിരിക്കുന്നത്, അങ്ങനെയുള്ള പല പല കാര്യങ്ങൾ നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഓക്കെ. അപ്പൊ നമുക്ക് വിങ് എങ്ങനെയാണ് വെച്ചിരിക്കുന്നത് നോക്കാം. വിങ് ഫ്ലാറ്റ് ആയിട്ടാണോ വെച്ചിരിക്കുന്നത് അല്ലെങ്കിൽ ടെന്റ് പോലെയാണോ വെച്ചിരിക്കുന്നത്, അതിനെയാണ് നമ്മൾ പ്ലെനിഫോം അല്ലെങ്കിൽ ടെക്റ്റിഫോം എന്നൊക്കെ പറയുന്നത്. ഇപ്പൊ വിങ്ങിന്റെ പാറ്റേൺ ചില മോത്തുകൾക്കൊക്കെ, ഇപ്പം ഈ ലെഫ്റ്റ് സൈഡിലുള്ള ഒരു ജോമെട്രിയുടെ മോത്താണ്, അപ്പൊ അതിന്റെ വിങ് ഒക്കെ നോർമലി പ്ലെനിഫോം ആയിട്ടാണ് വെക്കുക. അപ്പൊ ഇങ്ങനെയുള്ള ചില കാര്യങ്ങൾ നമുക്ക് നോട്ട് ചെയ്യാൻ പറ്റും. പിന്നെ നമുക്ക് എന്തൊക്കെ നോട്ട് ചെയ്യാൻ പറ്റും? അവരുടെ വിങ്ങിൽ എന്തെങ്കിലും പാറ്റേൺസ് ഉണ്ടോ, അവർക്ക് ഐ സ്പോട്സ് ഉണ്ടോ, അല്ലെങ്കിൽ അവരുടെ ആന്റിന എങ്ങനെയാണ്, അല്ലെങ്കിൽ അവരുടെ വിങ്ങില് ഫ്രണ്ടിലാണോ, മുന്നിലത്തെ വിങ്ങിലാണോ അല്ലെ പിറകിലത്തെ വിങ്ങിലാണോ സ്പോട്ട് ഉള്ളത്, ബ്ലാക്ക് സ്പോട്ട് ആണോ, ഏതാണ് കളർ, അങ്ങനെയുള്ള പല കാര്യങ്ങളും നമുക്ക് ഒബ്സർവ് ചെയ്യാൻ പറ്റും. ഇനി ഇതൊക്കെ ഒബ്സർവ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ നമ്മൾ ഈ ഫോട്ടോ ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ നമുക്ക് ഐനാച്ചുറലിസ്റ്റ് അല്ലെങ്കിൽ പ്രൊജക്ട് നോവ പോലുള്ള പല വെബ്സൈറ്റുകളുണ്ട്. ഇവിടെയൊക്കെ നമുക്ക് അപ്ലോഡ് ചെയ്തിട്ട് നമുക്ക് ചിത്രങ്ങൾ കമ്പയർ ചെയ്യാൻ പറ്റും, അല്ലെങ്കിൽ അവിടെ പോയി ചെക്ക് ചെയ്യാൻ പറ്റും. ഇതൊക്കെ യൂസ് ചെയ്തിട്ട് നമുക്ക് പല ബുക്കുകളുണ്ട്. ബേർഡ്വിങ് പബ്ലിക്കേഷന്റെ ഒരു ബുക്കാണിത്, ഫീൽഡ് ഗൈഡ്. ഡോക്ടർ വി സുബലക്ഷ്മിയാണ് അത് എഴുതിയിരിക്കുന്നത്. ആള് ഇന്ത്യൻ മോത്ത് എന്നറിയപ്പെടുന്ന ആളാണ്. അപ്പൊ അതൊരു ബിഗിനേഴ്സിന് ഫ്രണ്ട്ലി ആയിട്ടുള്ള വളരെ നല്ലൊരു ബുക്കാണ് അത്. അപ്പൊ അങ്ങനെയുള്ള പല പല ബുക്കുകൾ അവൈലബിൾ ആണ്. ഈ ഫോൺ ഓഫ് ബ്രിട്ടീഷ് ഇന്ത്യ ഒക്കെ ഓൺലൈനിൽ അവൈലബിൾ ആണ്, നമുക്കത് ഡൗൺലോഡ് ചെയ്യാൻ പറ്റും. അതൊക്കെ അത്യാവശ്യം നല്ലൊരു റെഫറൻസ് ബുക്കാണ്. പിന്നെ കുറെ വെബ്സൈറ്റുകൾ ഉണ്ട്. ഇന്ത്യയുടെ വെബ്സൈറ്റ് ആണ് മോത്ത്സ് ഓഫ് ഇന്ത്യ. അത് അത്യാവശ്യം നല്ലൊരു വെബ്സൈറ്റ് ആണ്. വളരെ ക്യൂറേറ്റഡ് ആയിട്ട് വളരെ നല്ല നല്ല ഇമേജസും എല്ലാം വെച്ചിട്ടുള്ള ഒരു വെബ്സൈറ്റ് ആണത്. ബയോഡൈവേഴ്സിറ്റി ഓഫ് ഇന്ത്യയുടെ പോർട്ടൽ ഉണ്ട്, തിത്ലി ട്രസ്റ്റിന്റെ വെബ്സൈറ്റുകൾ ഉണ്ട്. അങ്ങനെ അങ്ങനെ കുറെ നല്ല വെബ്സൈറ്റുകൾ നമുക്ക് അവൈലബിൾ ആണ്. അപ്പോ നമ്മൾ എങ്ങനെ മോത്തിനെ ഒബ്സർവ് ചെയ്യും, എന്നാലല്ലേ നമുക്ക് ഇത് കണ്ടുപിടിക്കാൻ പറ്റുള്ളൂ, അല്ലെ ഇതൊക്കെ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പൊ മോത്തിനെ ഒബ്സർവ് ചെയ്യാൻ നമുക്കറിയാം, നമ്മളുടെ വീട്ടിലെ ചുറ്റുവട്ടത്തുള്ള ലൈറ്റിലൊക്കെ ഇവരിങ്ങനെ വരുന്നത് നമ്മൾ കാണാറുണ്ട്. അപ്പൊ ആൾക്കാർ പറഞ്ഞു വെച്ചിരിക്കുന്ന ഒരു കാര്യം, ഈ ലൈറ്റ് മോത്തിനെ അട്രാക്ട് ചെയ്യുന്നു എന്നാണ്. പക്ഷെ ശരിക്കും മോത്തിനെ ലൈറ്റ് അട്രാക്ട് ചെയ്യല്ല ചെയ്യുന്നതെന്ന് റീസെന്റ് ആയിട്ടുള്ള ഒരു സ്റ്റഡി പറയുന്നുണ്ട്. ഡോക്ടർ സാം ഫാബിയൻ ചെയ്ത ഒരു സ്റ്റഡി പറയുന്നത് ഈ ലൈറ്റ് മോത്തിനെ ട്രാപ്പ് ചെയ്യാണ് ചെയ്യുന്നതാണ്. ഇപ്പോൾ മോത്ത് നോർമലി മൂണ് അല്ലെങ്കിൽ സ്റ്റാർസിനൊക്കെ ഒബ്സർവ് ചെയ്തിട്ട് ഒരു പ്രത്യേക ആംഗിൾ ടിൽറ്റ് ചെയ്തിട്ടാണ് അവർ പറക്കണത്. അപ്പൊ ഈ ലൈറ്റ് വരുമ്പോൾ, ആർട്ടിഫിഷ്യൽ ലൈറ്റ് വരുമ്പം ഈ മോത്തുകൾ അവിടെ കുടുങ്ങി പോവുകയാണ് ചെയ്യുന്നത്. അവര് വിചാരിച്ച ഡയറക്ഷനോട്ട് അവർക്ക് പോകാൻ പറ്റാണ്ടാവുകയാണ് ചെയ്യുന്നത്. ഓക്കെ. അപ്പൊ നമ്മൾ ഇതേ ടെക്നിക്ക് യൂസ് ചെയ്തിട്ടാണ് നമ്മൾ മോത്തുകളെ ഒബ്സർവ് ചെയ്യണത്. ഓക്കെ. നമ്മൾ ലൈറ്റ് ട്രാപ്പ് വെക്കുന്നു. ഇപ്പൊ ലൈറ്റ് ട്രാപ്പിന് പല മെക്കാനിസം ഉണ്ട്, പല മെത്തേഡ്സ് ഉണ്ട്. ഒന്ന് മെർക്കുറി വേപ്പർ ലാമ്പ്, അല്ലെങ്കിൽ ആർട്ടിനിക് ലാമ്പ്, അതും അല്ലെങ്കിൽ നമ്മളുടെ പഴയ ടങ്സ്റ്റൺ ലാമ്പ്. ഇതൊക്കെ യൂസ് ചെയ്യുമ്പം, ടങ്സ്റ്റൺ ലാമ്പ് ഒക്കെ യൂസ് ചെയ്യുമ്പോൾ പ്രത്യേകിച്ച്, അല്ലെങ്കിൽ ഹാലോജൻ ലാമ്പ് ഒക്കെ യൂസ് ചെയ്യുമ്പം അതിന്റെ വാംത്ത് ഇതൊക്കെ കാരണം മോത്തൊക്കെ അടുത്തൊക്കെ അട്രാക്ട് ആവാം. ഓക്കെ. ഇനി വേറൊരു എക്സാമ്പിൾ ആണ്, ടങ്സ്റ്റൺ ലാമ്പ് അല്ല കേട്ടോ, ഹാലോജൻ ലാമ്പാണ് ഞാൻ ഉദ്ദേശിച്ചത്. പിന്നെ വേറൊരു എക്സാമ്പിൾ ആണ് ലെപ്പി LED. ലെപ്പി LED പോലുള്ള വളരെ സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള പല എക്യുപ്മെന്റ്സും നമുക്കിപ്പോൾ അവൈലബിൾ ആണ്. പക്ഷെ ചിലതൊക്കെ ഭയങ്കര എക്സ്പെൻസീവ് ആണ്. ലെപ്പി LED ഒക്കെ അത്യാവശ്യം എക്സ്പെൻസീവ് ആണ്. പക്ഷെ ഇതിന്റെയൊക്കെ ഒരു ഗുണം പറയുകയാണെങ്കിൽ നമുക്ക് വെറും ഒരു പവർ ബാങ്ക് യൂസ് ചെയ്തിട്ട് പോലും ഇത് യൂസ് ചെയ്യാൻ പറ്റും. വളരെ ചെറുതാണിത്. ഒരു പവർ ബാങ്ക് യൂസ് ചെയ്തിട്ട് പോലും നമുക്ക് അത്യാവശ്യം നല്ല ബ്രൈറ്റ് ആയിട്ടുള്ള ലൈറ്റ് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ. പക്ഷെ നമ്മൾ ഇതൊന്നും അല്ലല്ലോ, നമ്മളുടെ സാധാരണ നാട്ടിൻ പുറത്ത് അല്ലെങ്കിൽ നമ്മുടെ വീടിന്റെ അടുത്ത് നമുക്ക് എങ്ങനെ ചെയ്യാമെന്ന് ആലോചിക്കുമ്പോൾ നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഏറ്റവും നല്ല എളുപ്പ വഴിയാണ് ഒരു മുണ്ടെടുക്കുക, അല്ലെങ്കിൽ ഒരു വൈറ്റ് കളർ ആയിട്ടുള്ള ക്ലോത്ത് എടുക്കുക, നമ്മളിങ്ങനെ കെട്ടി വെക്കുക, ഫ്ലാറ്റ് ആയിട്ട് കെട്ടി വെക്കാൻ ശ്രമിക്കുക. എന്നിട്ട് നമ്മൾ അതിൽ ബ്രൈറ്റ് ആയിട്ടുള്ള ഒരു ലൈറ്റ് വെക്കുക. അപ്പൊ ഇത്രയും മതി മോത്തിനെ ഒബ്സർവ് ചെയ്യാം, മോത്തുകൾ വന്നോളും. അപ്പൊ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ഇതിനെ ഹാം ചെയ്യാതെ, ഇതിനെ ഉപദ്രവിക്കാതെ നമ്മൾ ഫോട്ടോസും കാര്യങ്ങളൊക്കെ എടുത്തു വെക്കുക. നമ്മളുടെ പണി കഴിഞ്ഞാൽ, നമ്മളുടെ ഫോട്ടോസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നമ്മൾ ലൈറ്റ് ഓഫ് ആക്കുക, അതിനെ പറന്നു പോകാൻ അനുവദിക്കുക. അല്ലെങ്കിലുള്ള പ്രശ്നം എന്താ വെച്ചാൽ ബാറ്റും വവ്വാലുകളൊക്കെ വന്നിട്ട് ഇവരെ തിന്നിട്ട് പോകും. അപ്പൊ നമ്മൾ പിറ്റേ ദിവസം വിഷമിക്കേണ്ടി വരും. അപ്പോൾ അതൊക്കെ ഒഴിവാക്കാൻ നമ്മളുടെ ആവശ്യം കഴിഞ്ഞാൽ, നമ്മൾ ഫോട്ടോസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ അവരെ പോകാൻ വിടുക. ഓക്കെ. വേറൊരു മെക്കാനിസം, ഒരു റെഡ് ലൈറ്റ് യൂസ് ചെയ്തിട്ട് നമ്മളുടെ ചുറ്റുവട്ടത്തുള്ള ചെടികളൊക്കെ പോയി ഒന്ന് ഒബ്സർവ് ചെയ്യുക എന്നുള്ളതാണ്. അതിന്റെ മുകളിലും അതിന്റെ അടിയിലൊക്കെ ഈ മോത്തുകൾ ഇരിക്കുന്നുണ്ടാവും. ശ്രദ്ധിച്ചു പോകണം, പാമ്പുകളും ഉണ്ടാവും. പക്ഷെ ഇൻസെക്റ്റുകളൊക്കെ കാണാൻ നല്ലൊരു മെത്തേഡാണ് റെഡ് ലൈറ്റ് യൂസ് ചെയ്തിട്ട്
വേറൊരു മെത്തേഡാണ് ബെയ്റ്റ് ട്രാപ്പുകൾ. ബെയ്റ്റ് ട്രാപ്പിന്റെ പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്ക് വളരെ ലേശം വെല്ലം ഇതൊക്കെ ചേർത്തിട്ട് നമ്മളൊന്ന് മിക്സ് ആക്കിയതിനു ശേഷം കുറച്ച് ഫ്ലൂയിഡ് ഒക്കെ ചേർത്ത് മിക്സ് ആക്കിയതിനു ശേഷം നമ്മൾ നമ്മളുടെ ചുറ്റുവട്ടത്തുള്ള ഏതെങ്കിലും മരത്തിലൊക്കെ ഇത്തിരി ഇത് തേച്ചു കൊടുക്കുക. അപ്പൊ അങ്ങനെ തേച്ചാലുള്ള ഗുണം എന്താണെന്ന് വെച്ചാൽ ഈ ഫ്രൂട്ടിന്റെ സ്മെല്ലിനോടൊക്കെ താല്പര്യമുള്ള മോത്തുകളൊക്കെ ഇവിടെ വന്നിരിക്കും അല്ലെ, അവരൊക്കെ ഈ ഫ്ലൂയിഡ് കഴിക്കാൻ വരും. അപ്പൊ ചിലരൊക്കെ അവിടെ തന്നെ ഇരിക്കും. അപ്പൊ നമ്മളുടെ പണി കഴിഞ്ഞ ഫോട്ടോ എടുത്ത് കഴിഞ്ഞ് രാത്രി കിടക്കാൻ പോകുന്നതിന് മുന്നേ ഇതൊക്കെ ഒന്ന് വൃത്തിയാക്കിയിട്ട് പോകണം, അല്ലെങ്കിൽ നേരത്തെ പറഞ്ഞ അതേപോലെ ബേർഡ്സും ബാറ്റ്സും ഒക്കെ ഇതിൽ വന്ന് കഴിക്കും. അപ്പൊ അത് ഒഴിവാക്കാൻ നമുക്ക് എന്ത് ചെയ്യാം, ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യാം. ഓക്കെ, നല്ല രീതിയിൽ നമുക്ക് മോത്തുകൾ ഒബ്സർവ് ചെയ്യാം, അതിനെ ജീവിക്കാൻ വിടാം. ഓക്കെ, അപ്പൊ ഇത്രയൊക്കെയാണ് മോത്തുകളെ കുറിച്ച് പറയാനുള്ളത്. ഇനി നമുക്ക് കുറച്ച് കോമൺ ആയിട്ടുള്ള ഫാമിലീസിലോട്ട് പോവാം. ഓക്കെ, ഇത് കുറച്ചധികം കോമൺ ഫാമിലീസ് ഞാൻ പറയാൻ ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾ എല്ലാവർക്കും ഇത് മനസ്സിലാവും വിചാരിച്ചിട്ടില്ല. പല ഏജ് ഗ്രൂപ്പിലുള്ള ആൾക്കാരും പല ഫീൽഡിലുള്ള ആൾക്കാരും ഇത് അറ്റൻഡ് ചെയ്യുന്നുണ്ടെന്ന് എനിക്കറിയാം. അതുകൊണ്ട് നിങ്ങൾക്ക് ഇത് എല്ലാവർക്കും മനസ്സിലാക്കാൻ പറ്റുന്ന അത്രയും മനസ്സിലാക്കുക. നിങ്ങൾ ഇമേജസ് ഒക്കെ മനസ്സിൽ വെക്കാൻ ശ്രമിക്കുക. അപ്പോ ഇതൊക്കെ കഴിയുമ്പം നിങ്ങളൊരു മോത്തിനെ കണ്ടാൽ നിങ്ങൾക്ക് പേരറിയില്ലെങ്കിൽ പോലും ഇത് ഞാൻ കണ്ടിട്ടുണ്ടല്ലോ എന്നെങ്കിലും ഒന്ന് ഓർമ്മിക്കാൻ വേണ്ടി ശ്രമിക്കുക. ഓക്കെ, അപ്പോ കുറച്ച് കോമൺ ഫാമിലീസ് ആണ് പറയണത്. മെയിൻ ആയിട്ട് സാറ്റേണിഡേ, ജോമെട്രിഡേ, സ്വിഞ്ചിഡേ, ലിമാക്കോഡിഡേ, ലെസിയോകാമ്പിഡേ, നൊക്ടോയിഡിയെ, എറബിഡേ, ക്രാമ്പിഡേ, പൈറാലിഡേ, ടോർട്ടിസിഡേ, ടീനിഡേ, ഗലക്കിഡേ, നോട്ടോഡോണ്ടിഡേ, സെസിഡേ, ഡിപ്രസാരിഡേ, യുറാനിഡേ, ഇതൊക്കെയാണ് നമ്മൾ പറയാൻ പോണത്. പേരൊന്നും കേട്ട് ആരും പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇത് പഠിച്ചെടുക്കാൻ പറ്റുന്ന കാര്യമാണ്, നമുക്കൊന്ന് മനസ്സിലാക്കി പോകാൻ പറ്റുന്ന കാര്യമുള്ളൂ. വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ടാക്സോണമിക് ലെവലിലുള്ള ക്ലാസിഫിക്കേഷനിലോട്ട് ഞാൻ പോണില്ല. സിമ്പിൾ ആയിട്ട് നമുക്ക് എങ്ങനെ ഒന്ന് കണ്ടാൽ ഓക്കെ ഇത് ഇന്നേ മോത്താണ്, അല്ലെങ്കിൽ ഇത് ജോമെട്രിയുടെ മോത്താണ്, അല്ലെങ്കിൽ ഇതൊരു നൊക്ടോയിഡിയ മോത്താണ്, അങ്ങനെ മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിൽ നമുക്ക് പോവാം. ഓക്കെ, ഈ ഒരു ഇമേജ് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്ക്രീൻഷോട്ട് എടുത്ത് വെക്കാം. നമ്മൾ ഇപ്പൊ കണ്ടാൽ നിങ്ങൾക്ക് ഒരു പക്ഷേ ഇത് എല്ലാവർക്കും മനസ്സിലാവണമെന്നില്ല. മോത്തിൽ വർക്ക് ചെയ്ത ആൾക്കാരൊക്കെ ഉണ്ട്, അവർക്കൊക്കെ ഇതിൽ ചിലതിനൊക്കെ ഓർമ്മിച്ചെടുക്കാനൊക്കെ പറ്റുമായിരിക്കും. പക്ഷെ നമ്മൾ ഈ സെഷൻ കഴിയുമ്പോഴേക്കും നിങ്ങൾക്ക് കുറച്ചു പേർക്കെങ്കിലും ഇത് കണ്ടാൽ ഓക്കെ എനിക്ക് ഇതിനെ അറിയാം, ഇതൊരു സാറ്റേണിയുടെ മോത്താണല്ലോ, അല്ലെങ്കിൽ ഇതൊരു ലെസിയോകാമ്പിഡേ ആണല്ലോ എന്ന് പറയാൻ പറ്റണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുള്ളൂ. ഓക്കെ, മുന്നോട്ട് പോവാണ്. ഫസ്റ്റ് ഫാമിലിയിലോട്ട് പോവാണ്, സാറ്റേണിഡേ. സാറ്റേണിഡയിൽ നമ്മൾ അതിനെ എംബറർ അല്ലെങ്കിൽ ജയന്റ് സിൽക്ക് മോത്തുകൾ എന്നൊക്കെ അറിയപ്പെടുന്ന ആൾക്കാരാണ്. ഇതൊരു എക്സാമ്പിൾ ആണ്. ഇത് അത്യാവശ്യം നല്ല വലുപ്പമുണ്ട് അല്ലേ. ഇപ്പോൾ സം ഓഫ് ദ ലാർജസ്റ്റ് സ്പീഷീസ് ഇൻ ദ വേൾഡ് ഈ സാറ്റേണിഡേ ഫാമിലിയിലാണ് വരുന്നത്. ഇതിന്റെ വിങ് സ്പാൻ, ഇതിന്റെ ചിറക് നിവർത്തി വെച്ചാൽ ഇവിടം തൊട്ട് ഇവിടം വരെ ചിറകത്ര ഉണ്ട് നോക്കുവാണെങ്കിൽ 2.5 മുതൽ 15.2 ഒക്കെയാണ് കൂടുതൽ ആൾക്കാരുടെയും വലുപ്പമുള്ളത്. അതേസമയം 30 സെന്റിമീറ്ററോളം വരാവുന്ന അറ്റ്ലസ് മോത്ത് പോലുള്ള വലിയ മോത്തുകളും ഇവരുടെ ഗ്രൂപ്പിൽ തന്നെയാണ് ഉള്ളത്. ഇനി ഈ ഒരു ഇമേജ് കാണുന്ന മോത്തിനെ നിങ്ങൾ എവിടെയെങ്കിലും ഒബ്സർവ് ചെയ്തിട്ടുണ്ടോ, എവിടെയെങ്കിലും ഇതിന്റെ പിക്ചർ കണ്ടിട്ടുണ്ടോ എന്ന് നിങ്ങൾ ഒന്ന് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുമോ? ഇതിനെവിടെയും കണ്ടതായിട്ടോ അല്ലെങ്കിൽ ഇതിന് സിമിലർ ആയിട്ടുള്ള എന്തെങ്കിലും കണ്ടിട്ടുണ്ടോ, അങ്ങനെ എന്തെങ്കിലും? സാറ്റേണിന്റെ ഫാമിലിയാണ്, അത് അറിയാലോ എല്ലാവർക്കും. മങ്കി മോത്ത് ഓക്കെ. അഭിലാഷ് പറഞ്ഞിട്ടുണ്ട് മോത്ത് വീക്കിന്റെ ലോഗോ ആണ് അല്ലെ. ശരിയാണ്, അഭിലാഷ് പറഞ്ഞത് ശരിയാണ്. മോത്ത് വീക്കിന്റെ ലോഗോയിലുള്ളത് ഈ മോത്താണ്. ഈ മോത്തിന്റെ പേര് നല്ല രസകരമായ പേരാണ് അല്ലെ. അപ്പോ മോത്ത് വീക്കിന്റെ ലോഗോയിലുള്ള മോത്താണ് ഇത്. ഓട്ടോമെറിസ് അയ്യോ എന്നാണ് ഇതിന്റെ പേര്. ഇനി ഈ സാറ്റേണിയുടെ ഫാമിലിയിൽ വരുന്ന വേറൊരു മോത്താണ് ഈ കാണുന്നത്. ഇതിനെ ഐഡന്റിഫൈ ചെയ്യാൻ പറ്റുമോ നിങ്ങൾക്ക്? വളരെ കോമൺ ആയിട്ട് പണ്ട് ചെറുപ്പകാലം തൊട്ടേ ആൾക്കാർ കണ്ടുവരുന്നത് അല്ലെങ്കിൽ കേട്ടുവരുന്ന വസ്തുവായി ബന്ധപ്പെട്ടതാണ്. പലരും ടെക്സ്റ്റ് ബുക്കിലൊക്കെ പഠിച്ചിട്ടുണ്ടാവാൻ ചാൻസ് ഉണ്ട്. അതെ ശരിയാണ്, സിൽക്ക്. അതെ ശരിയാണ്, സിൽക്ക് വേംസ് ആണ് ഈ ലെഫ്റ്റ് സൈഡിലുള്ളത്. അതിന്റെ അഡൾട്ട് ആണ് സിൽക്ക് മോത്താണ് ഈ റൈറ്റ് സൈഡിലുള്ളത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇത് ഡൊമസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള സിൽക്ക് മോത്താണ്. ഇതിന് ബോംബെക്സ് മോറി എന്ന് പറയും. ബോംബെക്സ് ഫാമിലിയിൽ, ബോംബെക്സ് ജീനസിൽ ഇനിയും ഡൊമസ്റ്റിക്കേറ്റഡ് അല്ലാത്ത പല സ്പീഷീസും ഉണ്ട്. ഒരുപക്ഷെ നമുക്ക് അതിനെ കണ്ടാൽ ഇതിന്റെ ക്ലോസസ്റ്റ് ആയിട്ടുള്ള ഒരാളാണെന്ന് നമുക്ക് പറയാൻ ചിലപ്പോൾ പറ്റില്ല എന്ന് വരാം. ഇപ്പൊ സാറ്റേണിയുടെ ഒരു പ്രത്യേകത പറയുകയാണെങ്കിൽ അവരുടെ വിങ്ങില് ലോബ് പോലുള്ള സ്ട്രക്ചേഴ്സ് ഉണ്ട്. അപ്പൊ അവരുടെ വിങ്
വലുതാണ്, വളരെ വലുപ്പമുള്ളതാണ്, ഹെയറി ആണ്. പിന്നെ ബോഡിയിലൊക്കെ ഹെയർസ് കവേർഡ് ഹെയർ ലൈക്ക് സ്കെയിൽസ് ആണ് ഉള്ളത്. മൗത്ത് പാർട്സ് ഒക്കെ റെഡ്യൂസ്ഡ് ആണ്. അവർ അഡൾട്ട് ആയതിനു ശേഷം അതിന് മാത്രം ഭക്ഷണം കഴിക്കാറില്ല. ലാർവ ആയ സമയത്ത് കഴിക്കുന്ന ഭക്ഷണമാണ് ഇവരുടെ മെയിൻ ആയിട്ടുള്ള ഭക്ഷണം. അപ്പൊ ലാർവ ആയ സമയത്താണ് ഇവർ വലുതായി വരുന്നത്. പ്യൂപ്പ ആയതിനു ശേഷം അഡൾട്ട് ആകുമ്പോൾ ഇവർ അതിന് ഭക്ഷണം കഴിക്കാൻ പറ്റാറില്ല അവർക്ക്. അപ്പൊ ഉള്ള എനർജിയാണ് ഇവർ യൂസ് ചെയ്യണത്. അപ്പോ പിന്നെയുള്ള ഒരു കാര്യം, ഇവരുടെ വിങ്സിൽ കുറച്ച്, അതായത് പകുതി ട്രാൻസ്പെറന്റ് ആയ അല്ലെങ്കിൽ പകുതി സുതാര്യമായ കുറച്ച് ഐസ് സ്പോട്ടുകളെ പോലുള്ള വിൻഡോസ് എന്നാണ് അതിനെ പറയുന്നത്. ഐസ് സ്പോട്ട് പോലുള്ള പാറ്റേൺസ് ഉണ്ട്. അപ്പൊ ഈ പാറ്റേൺസ് ഒക്കെ ഈ സാറ്റേണിഡയുടെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടറാണ്. ഓക്കെ, ഇനി സാറ്റേണിഡയിൽ നമ്മളെ നാട്ടിൽ കണ്ടുവരുന്ന അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു മോത്താണ് ഇത്. സ്ട്രക്ചർ ഒരു സർപ്പത്തിനെ പോലെ തോന്നുന്നത് കൊണ്ടാണ് അതിനെ പലരും സർപ്പശലഭം എന്നൊക്കെ പറയണത്. ഓക്കെ, ഈ ലോബ് അതുപോലെ തന്നെ ഈ മോത്തിന്റെ അമ്പിളിക്കണ്ണൻ അല്ലെങ്കിൽ ഇന്ത്യൻ മൂൺ മോത്ത് ആക്ടിയസ് സെരീന എന്ന് പറയുന്ന ഈ മോത്തിന്റെ ഈ പിറകിലുള്ള വിങ്ങിലും നമുക്കൊരു ലോബ് ലൈക്ക് സ്ട്രക്ചർ കാണാൻ പറ്റും, എലോങ്ങേറ്റഡ് ആയിട്ടുള്ള ഒരു സ്ട്രക്ചർ കാണാൻ പറ്റും അല്ലെ. അപ്പൊ ഇതിനൊക്കെ ഒരു ഇമ്പോർട്ടൻസ് ഉണ്ട്. എന്താണ് ഇമ്പോർട്ടൻസ് നമുക്ക് നോക്കാം. അപ്പൊ സാറ്റേണിഡ് അല്ലെങ്കിൽ ഒരു മോത്തിന്റെ മെയിൻ ആയിട്ടുള്ള ഒരു പ്രിഡേറ്റർ ആണ് ആര്? നമ്മളുടെ ബാറ്റുകൾ, വവ്വാലുകൾ എക്കോലൊക്കേഷൻ വെച്ചിട്ട് മോത്തുകളെ കൃത്യമായിട്ട് ലൊക്കേറ്റ് ചെയ്യാനും ഭക്ഷിക്കാനും വളരെ ബുദ്ധിമാന്മാരായിട്ടുള്ള ഒരാളാണ്. അപ്പോ ഈ ബാറ്റുകളൊക്കെ അവോയ്ഡ് ചെയ്യാൻ ആണ് ഈ നമ്മളുടെ സാറ്റേണിഡയിൽ കാണുന്ന ആൾക്കാരുടെ ലോബുകൾ ചെയ്യുന്നത്. അപ്പൊ ഈ ലോബ് എന്ത് ചെയ്യുന്ന വെച്ചാൽ ഇവരുടെ എക്കോ ലൊക്കേഷൻ ഉണ്ടാക്കുന്ന ആ ഒരു സൗണ്ടിനെ റിഫ്ലക്ട് ചെയ്യുന്ന രീതി മാറും. അപ്പൊ ആ റിഫ്ലക്ട് ചെയ്യുമ്പോൾ ഈ ബാറ്റിന് കൃത്യമായിട്ട് ഇതിന്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് മനസ്സിലാക്കാൻ പറ്റില്ല. അതുകൊണ്ട് കറക്റ്റ് ആയിട്ട് അതിനെ ഭക്ഷിക്കാനും പറ്റില്ല. ഇതാണ് ഒരു മെത്തേഡ്, ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ ആണ് അതിന്റെ. ഇനി നമ്മൾ അടുത്ത ഫാമിലിയിലോട്ട് പോവാണ്. ഫാമിലിയുടെ പേരാണ് ജോമെട്രിഡെ. ഇപ്പൊ ജോമെട്രിഡെ എന്നുള്ള പേര് അതിന് വന്നിരിക്കുന്നത് അതിന്റെ ലാർവേനെ ബേസ് ചെയ്തിട്ടാണ്. അതിന്റെ ലാർവ നമ്മൾ കൈകൊണ്ട് ചാണളക്കൂലെ, ഇഞ്ചളക്കൂലെ, ആ ഇഞ്ചളക്കുന്ന പോലെയാണ് ഈ ലാർവ മൂവ് ചെയ്യണത്. അപ്പൊ അതുകൊണ്ടാണ് നമ്മൾ ഇതിനെ ഇഞ്ച് വേംസ് അല്ലെങ്കിൽ ജിയോമെട്രിഡേ, ഭൂമിയെ അളക്കുന്നവൻ എന്നുള്ള തരത്തില് നമ്മൾ ആ പേര് വിളിക്കുന്നത്. ഓക്കെ, ജോമെട്രിഡയുടെ ഒരു പ്രത്യേകത പറയുകയാണെങ്കിൽ അഡൾട്ട്സ്, അതുപോലെ ജോമെട്രിയുടെ അത്യാവശ്യം വലിയൊരു ലാർജ് ഗ്രൂപ്പ് ഓഫ് ഫാമിലിയാണ്. ഇതിൽ അഡൾട്ട്സിന്റെ സൈസ് വരുന്നത് 1 മുതൽ 9 സെന്റിമീറ്റേഴ്സ് ഒക്കെ ആയിട്ടാണ് ഒരു ആവറേജ് വരുന്നത്. പിന്നെ ഒട്ടുമിക്ക ജോമെട്രിഡേസും അതിന്റെ ബോഡി വളരെ തിന്നാണ്, സ്ലെൻഡർ ആയിരിക്കും, ബ്രോഡ് ആയിട്ടുള്ള വിങ്സ് ആണ്. അപ്പൊ വിങ്സ് വളരെ വലുതായിട്ടാണ് ഉള്ളത്. അപ്പോൾ ഇതുകൊണ്ട് ചില സമയങ്ങളിലൊക്കെ ഇതൊരു ബട്ടർഫ്ലൈ ലൈക്ക് ആയിട്ട് നമുക്ക് തോന്നാം. ഓക്കെ, പിന്നെ ഇതിന്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ഫീച്ചർ ആണ് ക്യാമഫ്ലേജ്. ക്യാമഫ്ലേജ് എന്ന് പറയുമ്പോൾ ഒളിച്ചിരിക്കാനുള്ള ആ കഴിവിനാണ് നമ്മൾ ക്യാമഫ്ലേജ് എന്ന് പറയുന്നത്. അപ്പോൾ ഇവർ ചെയ്യണത് ഇവരുടെ വിങ്ങിലുള്ള ഈ സ്പോട്സ്, പാറ്റേൺസ് അല്ലെങ്കിൽ ലൈൻസ്, ഈ മാർക്കിംഗ് ഒക്കെ കാരണം ഇവർക്ക് ചുറ്റുമുള്ള എൻവയോൺമെന്റിൽ അത്യാവശ്യം നല്ലോണം ഹൈഡ് ചെയ്ത് വെക്കാൻ പറ്റും. ഈ ഒരു എക്സാമ്പിള് നിങ്ങൾ പല ആൾക്കാരും, ഈ ഒരു സ്പെസിഫിക് സ്പീഷീസിന് പല ആൾക്കാരും ബയോളജിയോ മറ്റോ പഠിച്ച ആൾക്കാരൊക്കെ ഇത് കണ്ടിട്ടുണ്ടാവും. അതായത് പെപ്പേർഡ് മോത്ത് അല്ലെങ്കിൽ ബിസ്റ്റൺ ബെറ്റുലേറിയ എന്ന് പറയുന്നത് അഡാപ്റ്റേഷൻ എന്നുള്ള തിയറിയുടെ ഒരു ക്ലാസിക് എക്സാമ്പിൾ ആണ് അല്ലെ. നിങ്ങൾക്ക് സമയം അറിയാത്ത ആൾക്കാർ അത് സമയമുള്ളപ്പോൾ ഒന്ന് അടിച്ചു നോക്കിയാൽ മതി കേട്ടോ. അഡാപ്റ്റേഷൻ എന്നുള്ള വാക്ക് അടിച്ചു നോക്കിയാൽ തന്നെ നിങ്ങൾക്ക് കാണാൻ പറ്റും. ഓക്കെ, ജോമെട്രിയുടെ മോത്താണ്. ഇവരുടെ കേസിൽ മെയിലും ഫീമെയിലും, ആണും പെണ്ണും വളരെ വ്യത്യാസപ്പെട്ടിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ ഈ ആണിന്റെ കേസിൽ ആണിന്റെ ആന്റിന അല്ലെങ്കിൽ അതിന്റെ സെൻസറി ആയിട്ടുള്ള മുമ്പിലുള്ള സ്ട്രക്ചർ അത് കൂടുതലും ഫെദറി അല്ലെങ്കിൽ പെക്ടിനേറ്റ് ആയിരിക്കും. പക്ഷെ ഫീമെയിലിന്റെ കേസിൽ അത് ഫിലിഫോം, സ്ലെൻഡർ ആയിട്ടുള്ള തിൻ ത്രെഡ് ലൈക്ക് ആയിരിക്കും. ഫീമെയിൽസിൽ മെയിൽസിൽ ഈ ഒരു സ്ട്രക്ചർ ഉള്ളതിന്റെ ആവശ്യം എന്താണെന്ന് വെച്ചാൽ അവർ ഫിറമോണിനെ സെൻസ് ചെയ്യാനാണ് ഇവർ മെയിൻ ആയിട്ട് ഇത് യൂസ് ചെയ്യുന്നത്. ഫീമെയിൽ സ്പീഷീസിൽ പലരുടെയും വിങ് റെഡ്യൂസ്ഡ് ആയിട്ടും അതായത് ചില കേസിൽ ആബ്സെന്റ് ആയിട്ട് പോലും നമ്മൾ കാണാറുണ്ട്. ഓക്കെ, നമ്മൾ ക്യാമഫ്ലേജിനെ കുറിച്ച് പറഞ്ഞു അല്ലെ. ഇവരുടെ ലാർവയും ക്യാമഫ്ലേജ് ചെയ്യാൻ ഭയങ്കര കഴിവുള്ള ആൾക്കാരാണ്. ഇവരുടെ കാറ്റർപില്ലേഴ്സ്, പുഴുക്കളും ഇതേപോലെ സ്റ്റെമ്മിനെയും സ്റ്റിക്കിനെയും ഒക്കെ മിമിക് ചെയ്യും, അതിനെ പോലെ ആക്ട് ചെയ്യും. അപ്പോ ഈ ഒരു പുഴു അതിന്റെ പിറകിലത്തെ കാല് വെച്ചിട്ട് മുന്നിലത്തെ കാലൊക്കെ പൊക്കി വെച്ചിട്ട് ഒരു സ്റ്റെം പോലെയാണ് ഇവർ ആക്ട് ചെയ്യണം. അതേസമയം ഈ ഒരു പുഴുവിനെ നോക്കിയേ, ഇത് കണ്ട നമുക്ക് സ്റ്റെമ്മാണോ അല്ലെങ്കിൽ പുഴുവാണോ പോലും മനസ്സിലാവില്ല അല്ലെ. അപ്പൊ അവർക്ക് ചില ജോമെട്രിയുടെ പുഴുക്കൾക്ക് അവരുടെ
ചുറ്റുമായിട്ടുള്ള കളർ ഏതാണെന്ന് സെൻസ് ചെയ്യാനും അവർ രൂപമാറ്റം സംഭവിക്കുന്ന സമയത്ത് അവർക്ക് ആ കളറിലോട്ട് മാറാനുള്ള ഒരു എബിലിറ്റി ഉള്ളതായിട്ട് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ട്, സ്റ്റഡീസ് മനസ്സിലാക്കിയിട്ടുണ്ട്. ഓക്കെ, അടുത്ത ഫാമിലിയാണ് സ്ഫിഞ്ചിഡെ. സ്ഫിഞ്ചിഡെ എന്ന് പറയുന്നത് ഈ ഒരു എക്സാമ്പിൾ, ഈ ഒരു പെർട്ടിക്കുലർ ഇമേജ് ഒരു മോത്തിന്റെ ആണ്. ഇലയമ്പൻ എന്നൊക്കെ മലയാളികൾ പറയണതാണ്, നമ്മുടെ നാട്ടിലൊക്കെ കോമൺ ആയിട്ട് കാണുന്ന ഒരു മോത്താണ് അല്ലെ. ഈ മോത്തിനെ നമ്മളെ വീട്ടിൽ നട്ടിട്ടുള്ള അരളി ചെടികളൊക്കെ കഴിക്കുന്ന ആൾക്കാരായിട്ട് നമുക്ക് കാണാൻ പറ്റും. ചെടികളൊക്കെ നശിപ്പിക്കുക അല്ലെ. നമ്മുടെ നാട്ടിൽ ഈ അടുത്തൊരു ഒരാള് അരളിയുടെ പൂവ് കഴിച്ചിട്ട് മരിച്ചു ഒരു കേസ് ഉണ്ടായിരുന്നു അല്ലെ. അപ്പൊ വിഷമായിട്ടുള്ള ഒരു ചെടിയാണ്, വിഷമുള്ള ഒരു ചെടിയാണ്, അല്ലെങ്കിൽ കുറച്ച് ഹാംഫുൾ കെമിക്കൽ ഉള്ള ഒരു ചെടിയാണ്. പക്ഷെ ആ ചെടിയിനകത്ത് ഈ മോത്തുകൾക്ക് സർവൈവ് ചെയ്യാൻ പറ്റുന്നുണ്ട്. അപ്പൊ ഇവര് ഈ എൻവയോൺമെന്റിലൊക്കെ വളരാൻ അഡാപ്റ്റഡ് ആണ്, അല്ലെങ്കിൽ ഇന്ന ചെടികളൊക്കെ അവർക്ക് തിന്നാനുള്ള കഴിവ് അവർക്ക്. ഇവര് സ്പെസിഫിക്കലി അപ്പോസൈനേസിയ ഫാമിലി വരുന്ന ചെടികളാണ് മെയിൻ ആയിട്ട് ഭക്ഷിക്കുന്നത്. അപ്പോൾ അപ്പോസൈനേസിൽ വരുന്ന ചെടികളാണ് നമ്മളുടെ ചവന്നാറി, നിത്യകല്യാണി എന്ന് പറയുന്ന ചവന്നാറി, പിന്നെ നന്ദ്യാർ വട്ടം, അരളി, ഇതൊക്കെ അപ്പോസൈനേസിൽ വരുന്നതാണ്. അപ്പൊ അവർ മെയിൻ ആയിട്ട് കഴിക്കുന്ന ഒരു ഗ്രൂപ്പ് ഓഫ് പ്ലാന്റ്സ് അതാണ്. ഇപ്പൊ സ്ഫിഞ്ചിഡയുടെ ഷേപ്പ് ഒരു വളരെ വെറൈറ്റി ആയിട്ടുള്ള ഷേപ്പാണ് അല്ലെ. ഒരു ഫൈറ്റർ ജെറ്റോ അല്ലെങ്കിൽ ഒരു പരിന്തിനെയോ അല്ലെ, അങ്ങനെയൊക്കെ ഒരു ലുക്ക് ഉണ്ടല്ലോ. നമ്മളെ നാട്ടിൽ കാണുന്ന പ്രാപ്പിഡൻ അല്ലെങ്കിൽ പരിന്തിനൊക്കെ പോലെ ഉള്ളത് കൊണ്ട് നമ്മൾ ഇതിനെ ഹോക്ക് മോത്ത് എന്നാണ് വിളിക്കുന്നത്. സ്ഫിഞ്ചിഡെ ആയതുകൊണ്ട് സ്ഫിങ്സ് മോത്ത് എന്നും ഹോക്ക് മോത്ത് എന്ന് ഇതിന്റെ രൂപ സിമിലാരിറ്റി കൊണ്ട് നമ്മൾ ഹോക്ക് മോത്ത് എന്ന് പറയാം. വേറൊരു ടേം ആണ് ഹോൺ വേംസ്. എന്തുകൊണ്ടാണ് ഹോൺ വേംസ് എന്ന് പറയണത് എന്ന് നമ്മൾ ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഹോൺ വേംസ് എന്ന് ഇവരെ പറയുന്നത് കാരണം ഇവരുടെ ബാക്ക് സൈഡിലുള്ള ഒരു ഹോൺ ലൈക്ക് സ്ട്രക്ചർ, അല്ലെങ്കിൽ ഒരു എന്താ പറയാ, ഒരു കൊമ്പ് പോലുള്ള സ്ട്രക്ചർ ഉള്ളത് കൊണ്ടാണ് നമ്മൾ ഇവരെ ഹോൺ വേംസ് എന്ന് പറയണത്. ഓക്കെ, പിന്നെ ഇവരുടെ പ്യൂപ്പക്കും ചില സമയങ്ങളിൽ ഒരു കൊമ്പ് പോലുള്ള സ്ട്രക്ചർ കാണാൻ പറ്റും. ഒട്ടുമിക്ക ഹോക്ക് മോത്തുകൾക്ക് നമ്മളിത് കാണാൻ പറ്റും. ഇവർ പ്യൂപ്പേറ്റ് ചെയ്യണത് ഒന്നുകിൽ മണ്ണിലോ അല്ലെങ്കിൽ ഇവരുടെ ഭക്ഷണം കഴിച്ച ചെടിയുടെ താഴെയുള്ള ഇലകളിലോ, ഇലയൊക്കെ ഡ്രൈ ഇലയൊക്കെ ഉണ്ടാവുമല്ലോ, അതിന്റെ ഇടയിലൊക്കെ ആയിരിക്കും ഇവർ പ്യൂപ്പേറ്റ് ചെയ്യുന്നത്. അപ്പോ നമ്മള് ഈ എന്താ പറയാ, പഴയ ചെടിയുടെ അടിയിലൊക്കെ ഇലയൊക്കെ നമ്മൾ എടുത്ത് കളയുമ്പോൾ ഒരു പക്ഷെ ഇങ്ങനെയുള്ള ഒരു മോത്തിന്റെ പ്യൂപ്പേനെ നമുക്ക് കിട്ടാം. ഓക്കെ, അതുകൊണ്ട് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ച് നോക്കിയാൽ മതി ഇനി. അപ്പൊ നമുക്ക് ഇങ്ങനെയുള്ള സ്ഫിഞ്ചിഡയുടെ കാറ്റർപില്ലറിനെയും പ്യൂപ്പേനൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇവരുടെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ക്യാരക്ടർ എന്താന്ന് വെച്ചാൽ ലാർജ് ബോഡിയാണ്, ലോങ് ആയിട്ടുള്ള, നേരോ ആയിട്ടുള്ള, അതായത് വളരെ നീളം ഉണ്ടെങ്കിലും വളരെ തിൻ ആയിട്ടുള്ള, അത്രയും വലുപ്പമില്ലാത്ത ഫോർ വിങ്സ് ആണ്, മുന്നിലത്തെ വിങ്സ് ആണ്. അത് നമുക്ക് ഈ ഇമേജിൽ കാണാൻ പറ്റും അല്ലെ. അപ്പോ ഈ ഒരു ഇമേജിൽ നമുക്ക് കാണാൻ പറ്റും. ഇതിന്റെ തിക്നെസ് ഇത്രയേ ഉള്ളൂ അല്ല, ഇത്രയേ ഉള്ളൂ ഇതിന്റെ തിക്നെസ്. പക്ഷെ നല്ല നീളമുണ്ട്, അത്രയും വലിയ മുന്നിലത്തെ വിങ്സ് അവർക്കുണ്ട്. ഓക്കെ, പിന്നെ ഇവർ നല്ല പറക്കാൻ കഴിവുള്ള ആൾക്കാരാണ്, പവർഫുൾ ആയിട്ട് പറക്കാൻ കഴിവുള്ള ആൾക്കാരാണ്. ഇവര് നമ്മളിങ്ങനെ പറക്കുന്ന കാണാം, ഒരു പക്ഷെ ഒരു പക്ഷിയാണോ, അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ ഏറ്റവും കൂടുതൽ തെറ്റിദ്ധരിക്കപ്പെട്ടിട്ടുള്ള ഒരു സംഭവമാണിത്. ഈ ഹമ്മിങ് ബേർഡ് ഹോക്ക് മോത്ത് എന്ന് പറഞ്ഞിട്ടൊരു മോത്തുണ്ട്, ഹോക്ക് മോത്താണ്. അപ്പൊ ഇത് പറക്കുന്നത് കാണുമ്പോൾ ആൾക്കാർ അത് ഹമ്മിങ് ബേർഡ് ആണോ എന്ന് തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. പക്ഷെ നമ്മുടെ നാട്ടിൽ ശരിക്കും ഹമ്മിങ് ബേർഡ് ഇല്ല. സൂചിമുഖമുള്ള പക്ഷികളുണ്ട്, അല്ലാതെ ഹമ്മിങ് ബേർഡ് ആയിട്ടുള്ള പക്ഷികൾ നമുക്കില്ല. പക്ഷെ ഹമ്മിങ് ബേർഡ് മോത്തിനെ കണ്ടിട്ട് പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. അപ്പൊ ഇവരുടെ നാവ് വളരെ നീളമുള്ള നാവാണെന്ന് നമ്മൾ പറഞ്ഞിട്ടുണ്ട്. അതെന്തിനാന്ന് വെച്ചാൽ ഇതുപോലുള്ള ലോങ് ആയിട്ടുള്ള ഫ്ലവറുകൾ, ഇത് ആർട്ടിഫിഷ്യൽ ആണ്, പക്ഷെ ഇതുപോലുള്ള ലോങ് ആയിട്ടുള്ള ഫ്ലവറുകൾ ഫീഡ് ചെയ്യാനുള്ള എബിലിറ്റി അവർക്കുണ്ട്. അതുകൊണ്ടാണ് അവരുടെ നെക്ടർ കഴിക്കാനുള്ള എബിലിറ്റി ഉള്ളതുകൊണ്ടാണ് അവരങ്ങനെയുള്ളത്. പിന്നെ ഈ ഹോക്ക് മോത്തിൽ പല സ്പീഷീസും കുറെ ദൂരം മൈഗ്രേറ്റ് ചെയ്ത് പോകുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട്. ഓക്കെ, സ്ഫിഞ്ചിഡയുടെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു കാര്യം കൂടി പറഞ്ഞു പോവാം. ഇത് ഒരു ഡെത്ത് ഹെഡ് ഹോക്ക് മോത്ത് എന്നറിയപ്പെടുന്ന ഒരു മോത്താണ്. വാട്സപ്പിലൊക്കെ ചിലപ്പോൾ നിങ്ങൾ പണ്ട് കാലത്ത് കണ്ടിട്ടുണ്ടാവും, തലയോടിയുടെ ഇതുള്ള മോത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് ചിലരൊക്കെ അതിനെ നല്ല രീതിയിൽ യൂസ് ചെയ്യും, ചിലരൊക്കെ അതിനെ ആൾക്കാരെ പേടിപ്പിക്കാനൊക്കെ വേണ്ടിയിട്ട് കഥകളൊക്കെ മെനഞ്ഞുണ്ടാക്കും അല്ലെ. അപ്പൊ പണ്ട് കാലത്തും ഇങ്ങനെ കഥകളൊക്കെ ആൾക്കാർ ഉണ്ടാക്കാറുണ്ടായിരുന്നു. അപ്പോ ഈ സിനിമകളൊക്കെ പണ്ട് കാലത്തെ മോത്തുകളെ കുറിച്ചൊക്കെ ഇറങ്ങിയിട്ടുണ്ട്. അതിലുള്ള ഒരു സിനിമയാണിത്. അപ്പൊ ഈ സിനിമയിൽ നമുക്ക് കാണാം ഈ മോത്തിന്റെ രൂപമാണ് ഇവിടെ ഉള്ളത് അല്ലെ. അപ്പോ ഈ സിനിമകള് കൂടുതലായിട്ട് ഹൊറർ, മിസ്റ്ററി അല്ലെങ്കിൽ മേർഡർ, അതുമൊക്കെ ആയിട്ട് റിലേറ്റ് ആയിട്ട്, അത് ഡാർക്ക് ആയിട്ടുള്ള മൂവീസ് ഒക്കെയാണ് ഇവര് എന്ത് ചെയ്തിട്ടുള്ളത്,
മോത്ത്സിനെ യൂസ് ചെയ്തിട്ടുള്ളത് റെപ്രസെന്റേഷന് വേണ്ടിയിട്ട്. ഹൊറർ ആയിട്ടുള്ള മിസ്റ്ററി ആയിട്ടുള്ള സാധനങ്ങളായിട്ടാണ്. അപ്പൊ ഈ സ്പീഷീസിന്റെ ഒരു പ്രത്യേകത പറയുകയാണെങ്കിൽ, ഈ സ്പീഷീസിന് ആൾക്കാർ അതിനെ ഹോൾഡ് ചെയ്താൽ അത് രക്ഷപ്പെടാൻ വേണ്ടിയിട്ട് ഒരു പ്രത്യേക സൗണ്ട് ഉണ്ടാക്കും. ആ സൗണ്ട് വളരെ ശക്തിയുള്ള ഒരു സൗണ്ടാണ്. ഒരു കീ സൗണ്ട് അവർക്ക് ഉണ്ടാക്കാൻ പറ്റും. അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ ആൾക്കാർ പേടിച്ചിട്ട് വിടും അല്ലേ? അപ്പൊ അതാണ് അത് ഉദ്ദേശിക്കുന്നത്. അടുത്ത ഫാമിലിയിലോട്ട് പോവാണ്. ലിമാക്കോഡിഡെ ആണ് ഫാമിലി. നീങ്ങിയോ? ഓക്കെ, ലിമാക്കോഡിഡെ ആണ് ഫാമിലി. അപ്പൊ ലിമാക്കോഡിഡെ ഫാമിലി ഇത് കാണുമ്പം പണ്ട് കാലത്ത് ആൾക്കാർക്ക് തോന്നിയത് നമ്മുടെ നാട്ടിലൊക്കെ കാണുന്ന അച്ചിൽ അല്ലെങ്കിൽ സ്ലഗ് എന്നൊക്കെ പറയുന്ന ഈ ജീവിയോടാണ് സിമിലർ ആയിട്ട് തോന്നിയത്. അപ്പൊ അതുകൊണ്ട് ആൾക്കാർ ഇതിനെ സ്ലഗ് മോത്തുകൾ എന്നാണ് വിളിച്ചത്. സ്ലഗ് മോത്തുകൾ, നമ്മൾ മലയാളത്തിൽ പറയുകയാണെങ്കിൽ അച്ചിൽ അല്ലേ? അപ്പോ ഇതിന്റെ പുഴുവിനെ കാണുമ്പോൾ വളരെ കളർഫുൾ ആയിട്ട് വളരെ രസകരമായ ഒരു ടോയ് ഒക്കെ പോലെ തോന്നുമെങ്കിലും നമ്മൾ അതിനെ തൊടാൻ പോകരുത്. തൊട്ടാൽ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ ഇതിന്റെ ലാർവയിൽ ഉള്ള ഈ സ്റ്റിങ്ങുകൾ, ഈ കൊമ്പുകൾ, അതിൽ ഇത്തിരി പോയിസൺ ഉണ്ട്. അപ്പൊ അവർ ത്രട്ടൺ ആകുമ്പോൾ അവരുടെ ഈ പോയിന്റുകളൊക്കെ ഡാർക്കായി മാറും. അപ്പൊ ആ പോയിസൺ നമ്മൾ തൊട്ടുന്ന ആളുടെ കയ്യിലോട്ട് വരാം. അപ്പൊ അങ്ങനെ വന്നാലുള്ള പ്രശ്നം എന്ന് വെച്ചാൽ നമുക്ക് അത്യാവശ്യം അലർജി ഒക്കെ കോസ് ചെയ്യാൻ പറ്റുന്ന ഒരാളാണ് ഈ ഒരു ലിമാക്കോഡിഡെ എന്ന് പറയുന്ന മോത്ത്. അങ്ങനെ പ്യൂപ്പയുടെ സ്പെസിഫിക് ആയിട്ടുള്ള ഈ ഷേപ്പുകളെന്നും വിളിക്കാറുണ്ട്. ഇതൊരു പ്യൂപ്പയാണ്. ഇത് കാണുമ്പോൾ ഒരു മുട്ട പൊട്ടിച്ച് വെച്ച പോലെ ഉണ്ടല്ലേ? അപ്പൊ ഇത് ഒരു മുട്ട പോലെ തന്നെ ഉണ്ടല്ലേ? അപ്പൊ ഈ മുട്ട പോലുള്ള ഈ സ്ട്രക്ചർ അവർ ഉണ്ടാക്കുന്നത് എങ്ങനെയാന്ന് വെച്ചാൽ, കൊക്കൂൺ ഉണ്ടാക്കിയതിനു ശേഷം, സിൽക്ക് വെച്ച് കൊക്കൂൺ ഉണ്ടാക്കിയതിനു ശേഷം അവർ അവരുടെ ബോഡിയിൽ നിന്ന് ഒരു ഫ്ലൂയിഡ് സെക്രീറ്റ് ചെയ്യും. ആ ഫ്ലൂയിഡ് അവർ ഈവൻലി സ്പ്രെഡ് ചെയ്തിട്ടാണ് ഇതിന് ഈ ഒരു ഷേപ്പ് ഉണ്ടാവുന്നത്. അപ്പൊ ഇത് തുറന്നു കഴിഞ്ഞ ഒരു കപ്പ്, ഇത് തുറന്നു കഴിഞ്ഞ ഒരു കപ്പ് പോലെ ഉണ്ടാവുന്നത് കൊണ്ടാണ് ഇതിനെ കപ്പ് മോത്തുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അടുത്ത സ്പീഷീസ് ആണ്, അടുത്ത ഇതിന്റെ ഒരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കാര്യമാണ്, ഇവര് ഏകദേശം 1800ഓളം ഡിസ്ക്രൈബ്ഡ് സ്പീഷീസുകൾ ഉണ്ട്. അതിൽ കുറെ എണ്ണമൊക്കെ നമ്മുടെ നാട്ടിലാണുള്ളത്. പിന്നെ ഇവര് സ്മോൾ ആയിട്ടുള്ള, അതേസമയം ഹെയറി ആയിട്ടുള്ള മോത്തുകളാണ്. ഇവരുടെ മൗത്ത് പാർട്ടുകളും പലപ്പോഴും ആബ്സെന്റ് ആണ്. പിന്നെ ഇവരുടെ അബ്ഡോമന്റെ എൻഡ് പോർഷൻ പലപ്പോഴും ഇവർ സ്റ്റേ ചെയ്യുന്നതിന് 90 ഡിഗ്രി ആയിട്ട് വെച്ചിട്ട് കാണാം. ഇതും ഇതിന്റെ ഒരു ക്യാരക്ടറിസ്റ്റിക് ഫീച്ചറാണ്. ഇവരുടെ അബ്ഡോമന്റെ എൻഡ് പോർഷൻ, വയറിന്റെ അടിഭാഗം അല്ലെങ്കിൽ വാൽഭാഗം ഇവരുടെ ഇരിക്കുന്നതിന്റെ നേരെ 90 ഡിഗ്രി ആകുന്ന രീതിയിലാണ് ഇവർ വെച്ചിട്ടുണ്ടാവുക. ഓക്കെ, ഇനി അടുത്തൊരു ഫാമിലിയിലോട്ട് പോവാണ്, ലെസിയോകാമ്പിഡെ. ലെസിയോകാമ്പിഡയും ലിമാക്കോഡിഡയും ഒക്കെ കാണുമ്പോൾ ഒരു പക്ഷേ അഡൾട്ടിന് സിമിലർ ആയി തോന്നാം. പക്ഷെ ലെസിയോകാമ്പിഡെ മാറ്റി വെക്കുന്ന ഒരു കാര്യം അവരുടെ ഈ ഒരു സ്ട്രക്ചറാണ്. അവരുടെ ഹൈൻഡ് വിങ്, അതായത് പിറകിലുള്ള ചിറക്, ഇത് ഏറ്റവും അടിയിലുള്ള ചിറകാണ്. ആ ചിറക് ഈ മുകളിലത്തെ ചിറകിനേക്കാളും മുന്നോട്ട് വന്നിരിക്കും. ഓക്കെ, അവരുടെ ഈ സ്പെസിഫിക് ആയിട്ടുള്ള റെസ്റ്റിംഗ് പോസ്റ്റർ ആണ് ഈ ലെസിയോകാമ്പിഡെ ഇട്ട് കൊടുത്തിരിക്കുന്നത്, അതായത് ലാപ്പറ്റ് മോത്തുകൾ എന്ന് പറയുന്നത്. ചില ഈ ലാപ്പറ്റ് മോത്തുകൾക്ക് പേര് വന്നിരിക്കുന്നത് അവരുടെ കാറ്റർപില്ലർ എന്നാണെന്ന് പറയപ്പെടുന്നുണ്ട്. നമുക്കത് കാറ്റർപില്ലറിനെ കാണുമ്പോൾ പറയാം എന്തുകൊണ്ടാണ് എന്നുള്ളത്. ഓക്കെ, അപ്പോ ലെസിയോകാമ്പിഡെ വേറൊരു പേരാണ് സ്നോട്ട് മോത്തുകൾ. അവരുടെ ഈ മുന്നിലുള്ള ഈ സ്ട്രക്ചർ കാരണം അത് ആ ഒരു പോയിന്റഡ് ആയിട്ടുള്ള ഒരു സ്നൗട്ട് എന്ന് പറയുന്നത് സ്ട്രക്ചർ ഉള്ളത് കൊണ്ടാണ് അവരെ നമ്മൾ സ്നൗട്ട് മോത്തുകൾ എന്ന് പറയുന്നത്. ഓക്കെ, ലെസിയോകാമ്പിഡയുടെ കാറ്റർപില്ലറിന്റെ മുന്നിൽ ഹെയർസ് ഉണ്ട്. അപ്പൊ ഈ ഹെയർസ് രണ്ട് സൈഡിലും ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് നിൽക്കുന്നത്, മുന്നിൽ മാത്രം ഈ ഹെയർസ് ഇങ്ങനെ സ്പ്രെഡ് ചെയ്ത് നിൽക്കുന്നത് കൊണ്ടാണ് നമ്മൾ ഇവരെ ലാപ്പറ്റ് മോത്ത് എന്ന് പറയുന്നത് പറഞ്ഞിട്ട് ചില ആർട്ടിക്കിളുകൾ, ചില റെഫറൻസുകൾ പറയാറുണ്ട്. പിന്നെ ഇവരുടെ കാറ്റർപില്ലറുകളെ 10 കാറ്റർപില്ലേഴ്സ് എന്ന് പറയാറുണ്ട്. അത് എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ ഇവരുടെ ലാർവ ഗ്രൂപ്പായിട്ട്, ഇപ്പൊ മാവിലൊക്കെ നമുക്ക് ശ്രദ്ധിച്ചാൽ കാണും, മാവിന്റെ മുകളിലൊക്കെ ഈ പുഴുക്കൾ കുറെ ഉണ്ടാവും. മാവിന്റെ അടിയിലും ചിലപ്പോൾ നമുക്ക് കാണാൻ പറ്റും. അപ്പൊ ഇത്രയധികം മോത്തുകൾ ഒരുമിച്ച് ആ ചെടിയുടെ മുകളിൽ നിൽക്കുമ്പം അവര് അവിടെ നെറ്റ്, സിൽക്ക് വെച്ചിട്ട് നെറ്റ് ഉണ്ടാക്കിയിട്ടുണ്ടാവും. അപ്പൊ അതൊക്കെ കൊണ്ടാണ് ഇവരെ നമ്മൾ 10 കാറ്റർപില്ലേഴ്സ് എന്ന് പറയുന്നത്. പിന്നെ അടുത്തൊരു ടേം ആണ് എഗ് ഷേപ്പ് കൊണ്ടാണ്. ഈ പ്യൂപ്പയുടെ ഷേപ്പ് കണ്ടാൽ നമുക്ക് മനസ്സിലാവും ഇത് ഒരു മുട്ട പോലെയാണുള്ളത് അല്ലേ? അപ്പൊ അതുകൊണ്ടാണ് ആൾക്കാർ ഇതിനെ എഗ്ഗേഴ്സ് എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അടുത്ത ഫാമിലിയിലോട്ട് പോവാണ്, നൊക്ടൂയിഡിയ. നൊക്ടൂയിഡിയ എന്ന് പറയുന്നത് അത്യാവശ്യം ഗ്രേ, ബ്രൗൺ, അങ്ങനെയുള്ള ഷെയ്ഡുകളിൽ വരുന്ന. ഇവരുടെ
ഇവരിൽ തന്നെ ചിലർക്ക് കളർഫുൾ ആയിട്ടുള്ള ആൾക്കാരുണ്ട്. നമ്മുടെ ട്രോപ്പിക് റീജിയൻസിലൊക്കെ നമുക്ക് വളരെ കളർഫുൾ ആയിട്ടുള്ള ആൾക്കാരെയും കാണാൻ പറ്റും. പിന്നെ ഇതെന്തുകൊണ്ടാണ്, ഇതിനൊരു പ്രശ്നമുണ്ട്. ഈ ഒരു ഫാമിലി നൊക്ടുയോയിഡിയ എന്ന് പറയുന്ന ഒരു സൂപ്പർ ഫാമിലിന്റെ അണ്ടറിലാണ്. അപ്പൊ ഇതൊരു കോൺട്രവേഴ്ഷ്യൽ ആയിട്ടുള്ള ഒരു ഫാമിലിയാണ്. കാരണം ഇതിൽ